Glory to God. Hallelujah. Hallelujah. പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ, ബന്ധിൻ്റെയും പല തടസ്സങ്ങളുടെയും നടുവിൽ നിങ്ങൾ കടന്നു വരും. ആ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. താഴെ ആയിരിക്കുന്നവരും ബാൽക്കണിയിലായിരിക്കുന്നവരും ഒക്കെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കാരണം ദൈവത്തിൻ്റെ വചനത്തോട് കാണിക്കുന്ന വില ദൈവത്തോട് കാണിക്കുന്ന വിലയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ തടസ്സങ്ങളെയൊക്കെ നീക്കി നിങ്ങളോട് ഓടിയെത്തി അല്ലേ? കർണാടകയുടെ ദേശത്ത് നിന്ന് ഞാൻ ചിലരെ കാണുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഗൾഫിൻ്റെ ദേശത്തു നിന്നും കാണുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. യഥാർത്ഥം നിങ്ങൾ ഓടിയെത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. നിങ്ങളുടെ അപ്പനോട് കാണിക്കുന്ന ബഹുമാനമാണ്. ഗ്ലോറി. ഒരു പിതാവിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം ആ പിതാവ് ആഗ്രഹിക്കുന്ന കാര്യം ബഹുമാനമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചേ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം. ആദ്യം പോകേണ്ടത് ബഹുമാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങളുടെ ദേശത്തെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ആടുകളെയല്ല, ദൈവത്തിൻ്റെ ആടുകളെ ബിൽഡ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വെളിപ്പാട് പുസ്തകം 14 നിവൃത്തീകരണമായി ഫേസ്ബുക്കിലൂടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, നിങ്ങളിത് എന്നെ കാണുമ്പോൾ പലതും നിങ്ങൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ സുവിശേഷം ഇതിലൂടെ കടന്നു വരുവാൻ വേണ്ടിയാണ് ഏറ്റവും പ്രധാനമായും ദൈവം ഈ IT മേഖല, ഇൻ്റർനെറ്റ് ടെക്നോളജിക്ക് രൂപം കൊടുത്തത്. അതിലൂടെ വെളിപ്പാട് പുസ്തകം 14 അധ്യായം ഒരു ദൂതൻ പറന്നുകൊണ്ടൊരു നിത്യസുവിശേഷം പറയുന്നുണ്ട്. ആ നിത്യസുവിശേഷം പറയുന്നതിൻ്റെ നിവൃത്തീകരണമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ആകാശത്തിലൂടെ പറന്ന് ഈ സന്ദേശം നിങ്ങളുടെ ചെവികളിൽ എത്തുന്നത്, നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണുവാൻ കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 വാക്യപ്രകാരം രാജത്വത്തിൻ്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പറയും. അതോടെ അവസാനം ആ പ്രവചനത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ആ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടെ തുടക്കമല്ല, അതോടെ അവസാനം. ഗ്ലോറി. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്, ഇതിൻ്റെ ടൈറ്റില് ഒരു പക്ഷേ നിങ്ങൾ നോട്ടീസിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഫൈനൽ റൗണ്ട്. പലർക്കും ഒരു ചോദ്യമുണ്ട്, എന്താ ഈ ഫൈനൽ റൗണ്ട്? നമ്മൾ ഈ ഫൈനൽ റൗണ്ട് എന്നൊക്കെ പറയുന്നത് മത്സരങ്ങളിലാണ് അല്ലേ? ഇവിടെയും ഒരു മത്സരമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, വെളിപ്പാട് 21:7, ജയിക്കുന്നവൻ ഇത് അവകാശം ആക്കും. ഗ്ലോറി. ജയിക്കുന്നവൻ ഇത് അവകാശം ആക്കും. ഒരു മത്സരത്തിലാണ് ജയമൊക്കെ ഉള്ളത് അല്ലേ? ജയവും പരാജയവും ഒക്കെ ഉള്ളത് ഒരു മത്സരത്തിലാണ്. അപ്പോൾ ഈ 1 hour ടൈം ഏകദേശം ഒരു ഇൻട്രോഡക്ടറി ടോക്ക്, ഒരു പ്രാരംഭമായിട്ടുള്ള എന്താണ് സ്വർഗത്തിലെ ദൈവ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ പലരും പല സംഘടനകളിൽ, ഡിനോമിനേഷനുകളിൽ
പല മതങ്ങളിൽ എല്ലാം ജീവിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കടന്നു വന്നവരായിരിക്കാം. പക്ഷെ നിങ്ങൾ ഈ ടേം വളരെയധികം കേട്ടിട്ടുണ്ടാകുകയില്ല. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ജയിക്കുന്നവൻ. ഇവൻ ക്രിസ്തീയ ചാനലുകളിലും കേൾക്കാത്ത ഒരു കാര്യമാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ക്രിസ്തീയ പ്രസംഗങ്ങളിൽ കേൾക്കാത്ത ഒരു കാര്യമാണ് ജയിക്കുന്നവൻ. പക്ഷെ ബൈബിളിൽ ഉടനീളം കാണുന്ന ഒരു കാര്യമാണ് ജയിക്കുന്നവൻ. തെറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ശരിയായി പോകാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശരി അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സത്യം അറിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ സത്യം അറിയുവാൻ പിശാച് ആഗ്രഹിക്കുന്നില്ല. ഗ്ലോറി. ഈ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിക്കോളണം. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ആര് ദൈവത്തിൻ്റെ ആളുകൾ, ആര് പിശാചിൻ്റെ ആളുകൾ. ഒറ്റയടിക്ക് പെട്ടെന്ന് മനസ്സിലാവും. വേഷം നോക്കിയല്ല, അല്ലാതെ മനസ്സിലാവും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, സകലരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഗ്ലോറി. എന്നാൽ അതേ സമയത്തിന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, സത്യത്തെ അനീതി കൊണ്ട് മറയ്ക്കുന്ന ചിലർക്ക് ശിക്ഷാവിധി വരുന്നു. നിങ്ങൾ ചിന്തിച്ചില്ലേ, ഇപ്പോൾ പെട്ടെന്ന് എന്താ ഇവിടെ ഹർത്താല്? പെട്ടെന്നൊന്നുമല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളെ ടി വി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഫേസ്ബുക്ക് മാധ്യമങ്ങളിലൂടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ആ സന്ദേശം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. ഇൻവൈറ്റ് ചെയ്യുന്ന ഈ വായിലൂടെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ സന്ദേശം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ദിവസം എന്തു വരും? ബന്ധു വരും. ഗ്ലോറി. കാരണം ഇത് ബന്ധു വരും എന്നുള്ളത് കാരണം ഇന്നലെ ഞാൻ അറിഞ്ഞതല്ല. ഇവിടെ ഓരോ റിട്രീറ്റ് നടക്കുമ്പോഴും ഇവിടെ സംഭവിക്കുന്നത് പെട്ടെന്ന് ഒന്നിലേക്ക് ഒരു ബന്ധു വരും. എന്തിനാണെന്നറിയാമോ? സത്യത്തെ തടുക്കാൻ. ജനം സത്യം അറിയരുത്. അല്ല എങ്കിൽ ശരിക്കും ഈ മീറ്റിംഗ് ദൈവദാസന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഗ്ലോറി. പക്ഷെ ദൈവദാസന്മാരുടെ എണ്ണം തീരെ കുറവാണ്, വിശ്വാസികൾ ഓടിയെത്തുന്നത്. ഗ്ലോറി. കാരണം ശ്രദ്ധിച്ചേ, അല്ല എങ്കിൽ സംഭവിക്കുന്നത് ഏതെങ്കിലും ദൈവദാസന്റെ ഒരു ഓർഡിനേഷൻ ആ ദിവസം വയ്ക്കും. ശ്രദ്ധിച്ചോളൂ. എന്താ കാര്യം? അയ്യോ, വിളിച്ചെങ്കിൽ പോകാതിരിക്കാൻ പറ്റുമോ? അപ്പം ഈ ദൈവദാസന്മാരുടെ കൂട്ടമായിട്ട് അങ്ങോട്ടേക്ക് പോകും. അതിന് ഒന്നാം ദിവസം പിന്നെ പോകാൻ പറ്റില്ല. ഇതാ പിന്നെ 2-3 കൂടിയിട്ട് എന്താ കാര്യം? 3 ദിവസം മുടങ്ങിയില്ലേ? അല്ല എങ്കിൽ തീരെ നിവൃത്തിയില്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്റെ മോളുടെ കല്യാണം വരും. പോകാതിരിക്കാൻ പറ്റുമോ? ഇതെല്ലാം മനുഷ്യൻ പോലും അറിയാതെ മനുഷ്യനെ പിശാച് ഉപയോഗിക്കുക. എന്തിനാണ്? സത്യത്തെ തടുക്കുവാൻ. ഈ സത്യം ഇവര് അറിയരുത്. കാരണം സത്യം അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? സത്യം നിങ്ങൾ അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൈവവചനം പറഞ്ഞ സകല മനുഷ്യരും സത്യം അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിശാചോ ഒരുവൻ പോലും ഇത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിച്ചോ, നീ പ്രാർത്ഥിച്ചോ, അതെല്ലാവരും പ്രാർത്ഥിക്കുന്നില്ല, നീയും പ്രാർത്ഥിച്ചോ. ഏത് മതക്കാരനും എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. ഗ്ലോറി. അതുകൊണ്ട് നീ ഒരു മതപരമായൊരു വ്യക്തിയാണെങ്കിൽ നിന്നെ ബ്ലോക്ക് ചെയ്യാനും വഴിയുണ്ട്. ഈ സമയത്ത് 3 ദിവസത്തെ പ്രാർത്ഥന വന്നിരിക്കും. 3 ദിവസത്തെ പ്രാർത്ഥന വന്നിരിക്കും. എന്നിട്ട് അതിന് ഓമന പേരിടും ഉപവാസ പ്രാർത്ഥന. ഗ്ലോറി. സഹോദരങ്ങളെ, നിന്റെ ബലഹീനത ഏതാണ്? നിന്റെ ബലഹീനത പണമാണോ? പണം കൊണ്ട് നിന്നെ ബ്ലോക്ക് ചെയ്യും. നിന്റെ ബലഹീനത സെക്സ് ആണോ? സെക്സ് കൊണ്ട് ബ്ലോക്ക് ചെയ്യും. നിന്റെ ബലഹീനത പ്രാർത്ഥനയാണോ? പ്രാർത്ഥന കൊണ്ട് ബ്ലോക്ക് ചെയ്യും. നിന്റെ ബലഹീനത ക്രിസ്തു ആണോ? ക്രിസ്തു കൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ബ്ലോക്ക് ചെയ്യും.
ഗ്ലോറി. ആ ഒരു ബ്ലോക്കാണ് ഇന്ന് ലോകത്ത് മെയിനായിട്ട് കാണുന്നത്. ഭക്തന്മാരുടെ ഇടയിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, പക്ഷെ ക്രിസ്തു 3 വർഷക്കാലം പ്രസംഗിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നില്ല. ഇപ്പം ബൈബിൾ കോളേജിലെ സിലബസിലില്ല. ഗ്ലോറി. നിന്റെ ബലഹീനത ഏതാണോ അതുകൊണ്ട് പിശാചിനെ പിടിക്കും. ഭക്തിയാണോ, ഭക്തി കൊണ്ട് പിടിച്ചിരിക്കും. ഒറ്റ കാര്യം, നീ എന്ത് ചെയ്യരുത്? സത്യം അറിയരുത്. ഗ്ലോറി. അതിൻ്റെ ഒരു ഭാഗമാണ് പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ ഇതാ ഒരു ഹർത്താൽ ഇടിച്ചു കയറി വരുന്നു. സാധാരണ ഹർത്താൽ പോലെയല്ല, പവർഫുൾ ഹർത്താൽ. ഗ്ലോറി. ഹല്ലേലൂയ. അത് ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ ചിന്തിക്കുന്നവന് അത് പവർഫുൾ ഹർത്താലാണ്. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ചിന്തിക്കുന്നവന് അത് വേറെ ഒന്നുമല്ല, സത്യത്തെ തടയുകയാണ്. ഗ്ലോറി. ഇങ്ങനെ സത്യത്തെ തടയുന്നത് കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം വെളിപ്പാട് പുസ്തകം 14 ആകാശത്തിലൂടെ പറന്ന് നടക്കുന്ന ഒരു ദൂതന്റെ കയ്യിൽ നിത്യ സുവിശേഷം അവൻ ഇതാ വിളംബരം ചെയ്യുന്നത്. അതാണ് ഇതാ ഇന്റർനെറ്റിലൂടെ ഈ സന്ദേശം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കർത്താവ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നീ എന്തൊക്കെ പദ്ധതി ഒരുക്കിയാലും ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മുകളിൽ അത് ഓടത്തില്ല. ഗ്ലോറി. കർത്താവ് യേശു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്ക് 3 ജ്ഞാനത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒന്ന് ഈ ലോകത്തിലെ മനുഷ്യരുടെ ജ്ഞാനം, 2 ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, മറ്റത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന, ദൈവം എന്ത് ചെയ്തിരിക്കുന്ന, മറച്ചു വെച്ചിരിക്കുന്ന. കാരണം ചിലരൊന്നും അത് സ്വീകരിക്കാൻ പാടില്ല. ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം. 3 ടൈപ്പാ ജ്ഞാനം. ഗ്ലോറി. അതുകൊണ്ട് ഈ ലോകത്തിലെ ജ്ഞാനത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇത് ഹർത്താലൊക്കെയാണ്. ഗ്ലോറി. ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ ചിന്തിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അവരതിലൂടെ പോയി നമ്മുടെ മേരിച്ചെടുത്തിയും ഏലിയാൻ വെച്ചെടുത്തും കൂടി പോയി എന്തായിരിക്കും പറയണേ? യേശു ക്രിസ്തു കാൽവരി തൂങ്ങിക്കിടക്കുന്നു, 2 കള്ളന്മാരെ അപ്പുറം നമ്മുടെ മേരിച്ചെടുത്ത് ഏലിയാമ്മ ചേർത്തും കൂടെ അതിലൂടെ പോയി. അവരെന്ത് പറയും? ഹർത്താൽ എന്ന് പറയുന്നത് പോലെ അവർ പറയും, ഇവനൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടല്ലേ, നല്ലൊരു മരപ്പണി ഉണ്ടായിരുന്നതാ, അതും കളഞ്ഞ് ഒരു കർണത്തടിക്കുന്നതിന് മറുകർണം കാണിച്ചു കൊടുക്കുക. എന്തൊക്കെയായിരുന്നു ഘോഷം! ഓ, ദേ കിടക്കണ്. ഇനി ആ മേരിക്ക് ആരാണാവോ ഉള്ളത്? പണ്ടേ ജോസഫ് മരിച്ചു. അന്ന് നല്ല കാലത്തൊരു ഇൻഷുറൻസ് എങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ അവക്കത് ഗുണമായേനെ. ഇനിയിപ്പോൾ എന്നാ കാര്യം? ബ്രദറെ, ഹർത്താല, ഭയങ്കര ഹർത്താല. അവിടെ അടിച്ചു പൊളിച്ചു, ഇവിടെ ഇടിച്ചു പൊളിച്ചു. വരാൻ പറ്റൂല. ഗ്ലോറി. ഇതാണ് ഈ ലോകത്തിന്റെ ജ്ഞാനം. പൗലോസ് പറയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനം അല്ല. ഗ്ലോറി. ഇനി ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവും അല്ല. അവരെന്താ ചിന്തിച്ചേ? യേശുവിനെ കാൽവരി ക്രൂശിച്ചപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ പിശാചും കൂട്ടരും. ഇവനെ കൊന്നാൽ രാജ്യം നമ്മുടേതാകും. ഇവനാണ് അവകാശി. ഇവനെ കൊന്നാൽ അവകാശം നമ്മുടേതാകും. യഹൂദന്മാർ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. പിശാചും കൂട്ടരായത് പറയണേ. ബൈബിളിലെ കാര്യം പറയണേ, മുന്തിരിത്തോട്ടത്തിന് ഉപമയായി പറയണേ. അതാണ് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം. എന്നാൽ പൗലോസ് പറയുന്നു ഞങ്ങൾ സംസാരിക്കുന്നത് ഇത് രണ്ടുമല്ല. ദൈവം ലോക സൃഷ്ടിക്കുമ്പോൾ മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനമാ. അത് എന്തിനാ മുൻ നിയമിച്ചേ? നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചു. മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്താ അതിൽ പറയണെന്നറിയാമോ? ഒരു കൂട്ടർ പറയുന്നു ഇവനൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടല്ലേ. വേറൊരു കൂട്ടർ പറയുന്നു ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ രാജ്യം നമ്മുടേതാകും. എന്നാ സ്വർഗത്തിലെ ദൈവം എന്താ പറയണെന്നറിയാമോ? ദൈവം പറയുന്നത് ക്രൂശിൽ വെച്ച്
യേശുക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. നിങ്ങളിത് ഏതിൽ സ്റ്റാൻഡ് ചെയ്യും? ഒറ്റ വിഷയത്തിൻ്റെ മുകളിൽ 3 ചിന്തകളാണ്. ഒന്ന് ഈ ലോകത്തിൻ്റെ ജ്ഞാനം, ഒന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, മറ്റത് സ്വർഗത്തിൻ്റെ ജ്ഞാനം. ദൈവം നമ്മുടെ തേജസ്സിനായി ഒരുക്കിയിരിക്കുന്നത് എവിടെ സ്റ്റാൻഡ് ചെയ്യും? ദൈവദാസന്മാരായി എന്നെ കേൾക്കുന്ന പ്രിയ, ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ കൂട്ടുവേലക്കാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പൗലോസ് സ്റ്റാൻഡ് ചെയ്തതുപോലെ ആ മറച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഞാനും നിങ്ങളും നിൽക്കണം. ഗ്ലോറി. യഹൂദന്മാർ പറയാണ്, ഞങ്ങളാണ് യേശുവിനെ കൊന്നത്, ആ രക്തം ഞങ്ങളുടെ മേൽ വീഴട്ടെ. പിശാചി പറയാണ്, ഞങ്ങളാണ് കൊന്നത്, ഇവനെ കൊന്നുകളയ, അവകാശം ഞങ്ങളുടേതാകും. എല്ലാവരും അങ്ങനെ അവകാശം പിടിക്കുക, ഞങ്ങളാ കൊന്നത്, ഞങ്ങളാ കൊന്നത്. സ്വർഗത്തിലെ ദൈവം പറയുക, നിങ്ങൾ രണ്ടുമല്ല, ഞാനാ കൊന്നത്. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അങ്ങനെ അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം, സന്തതിയെ കാണണം. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവം അതിലൂടെ തൻ്റെ ഇഷ്ടം എന്താണെന്ന് ലോകത്തിലേക്ക് അറിയിച്ചു. എന്നാൽ ഇന്ന് എൻ്റെ സഹോദരങ്ങളിൽ പലരും ഈ ഇഷ്ടം എന്തെന്നറിയാതെ ഏതെങ്കിലും മതത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങി, ഏതെങ്കിലും സംഘടനകളുടെ ഉള്ളിൽ കുടുങ്ങി. കുഞ്ഞേ, നീ ജനിച്ചപ്പോൾ ഒരു മതക്കാരനോ ആയിരുന്നില്ല. ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഒരു മുസൽമാനോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ പേര് പറയുന്ന ഒരു മതവും കുഞ്ഞേ നിനക്കുണ്ടായിരുന്നില്ല. നീ ദൈവത്തിൻ്റെ നഷ്ടപ്പെട്ട മകനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നഷ്ടപ്പെട്ട മകൻ. നിന്റെ ചുറ്റുമുള്ള വ്യക്തിത്വങ്ങളാണ് അവരായിരുന്ന മതത്തിൽ നിന്നെ വളർത്തിയെടുത്തത്. ഗ്ലോറി. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, ചുറ്റുമുള്ള വ്യക്തിത്വങ്ങളാണ് അവരായിരുന്ന മതത്തിൽ നിന്നെ വളർത്തിയെടുത്തത്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, ആ ഒരു തലത്തിലേക്ക് ജനം എത്തപ്പെട്ടു. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ അവർ ആക്കപ്പെട്ടു. ഗ്ലോറി. ഹല്ലേലൂയ. എന്നാൽ പ്രിയ മകനെ, പ്രിയ മകളെ, നീ വളർന്നു വരുമ്പോ ഇതാ നമുക്ക് ദൈവം തന്നിട്ടുള്ള, എസ്പെഷ്യലി ഈ അവസാന തലമുറകളിൽ ജീവിക്കുന്ന നമുക്ക് തന്നിട്ടുള്ള വളരെ വലിയൊരു ഗിഫ്റ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ബൈബിൾ. ഗ്ലോറി. ഹല്ലേലൂയ. ഈ ബൈബിൾ കുഞ്ഞെ നീ വായിച്ചു നോക്കിയാൽ നിനക്ക് നിന്നെ അറിഞ്ഞുകൂടാ. നീ ഇവിടെ ജനിച്ചു വീണ് ചുറ്റുമുള്ള സമൂഹം നിന്നെ എങ്ങനെ വളർത്തിയെടുത്തോ, നീ അതിലൊരാളായി മാറി ഏതോ ഒരു മതത്തിൻ്റെ ഉള്ളിൽ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ പല മതങ്ങളെയും പഠിക്കുവാൻ ഇടയായിട്ട് തുടർന്ന് ഇതാ വിശുദ്ധ ബൈബിളിലൂടെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ബൈബിളിൽ എനിക്ക് എന്നെ കാണുവാൻ കഴിഞ്ഞു. ശ്രദ്ധിച്ച്, ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാനൊരു സ്വരം കേൾക്കുന്നു, എന്തൊക്കെയോ ടക് 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 സ്വരം കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെയാണോ വന്നത്, ആ സമയത്ത് എപ്പോഴോ ഞാൻ കേട്ടു ആ സ്വരം. ഇന്നലെ രാവിലെ ഞാൻ കേട്ടു. പിന്നെ ഞാൻ രാത്രി ഞാൻ വന്നത് ഗൾഫിൽ നിന്ന്. അപ്പോൾ ഞാൻ കണ്ടത് ഒരു പക്ഷി കാർപോർച്ചിൽ കിടക്കുന്ന ആ കാറിൻ്റെ ഗ്ലാസ്സിൽ വന്ന്, ഇത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഇതാ കുളിച്ച് വൃത്തിയായി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് പോലെ ആ പക്ഷി ആ ഗ്ലാസ്സിൽ വന്നു. ഞാൻ ആ ചിത്രം അതേപോലെ അങ്ങ് ഒരു ചിത്രം ലഭിക്കുവാനായിട്ട് ഇടയായി. ആ കണ്ണാടിയിൽ വന്ന് കൊത്തുന്നു, നോക്കുന്നു, തിരിഞ്ഞു പറന്നു പോകുന്നു, ഒന്നും കൂടി നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക ഈ പക്ഷി. ഗ്ലോറി. അപ്പോൾ ഞാനത് എല്ലാം കൂടി പോയി നോക്കി, ഇത് എന്തോ സംഭവം. അപ്പോൾ ഇത്
അവിടെ അത് എപ്പോഴും അതിനെ ഒന്ന് കാണണം. പക്ഷിക്ക് പക്ഷിയെ ഒന്ന് കാണണം. നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ നാളെ രാവിലെ കർപ്പുറച്ചിൽ ആരും കാണാതെ ഒന്ന് നോക്കിയാൽ മതി, ഈ പക്ഷി വരും. എന്തിനാണെന്നറിയാമോ? അതിനെ ഒന്ന് കാണണം. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ ഈ ലോകത്തിലെ കണ്ണാടികൾ നമ്മുടെ ശരീരത്തെ കാണിക്കത്തുള്ളൂ, അല്ലേ? പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ബൈബിൾ ഇതൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അദൃശ്യനായ മനുഷ്യനെ കാണാം. ബൈബിളിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ അദൃശ്യനായ മനുഷ്യനെ നമുക്ക് കാണാം. നമ്മുടെ സോളിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേത് രൂപത്തിലിരിക്കുന്നു? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് പ്രിയ കുഞ്ഞെ നീ പോയി ഇരുന്നാലും നിനക്ക് നിന്നെ കാണാൻ കണ്ണാടിയിൽ എന്നതുപോലെ നീ നിന്നെ കാണുവാൻ തുടങ്ങും. പക്ഷേ ഒന്നും ചെയ്യാതെ എഴുന്നേറ്റ് പോകുമ്പോൾ തൻ്റെ സ്വാഭാവിക മുഖം ഇന്നതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതാ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു വ്യക്തിത്വത്തോട് തുല്യമാണ് അവർ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാണ്. ഗ്ലോറി. ഞാൻ എപ്പോഴും പ്രിയ സഹോദരങ്ങളെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കരുത്. അപൂർവം ചില ദൈവദാസന്മാരുടെ വായിൽ നിന്ന് ഇത് കേൾക്കാറുള്ളൂ. ഞാനിതൊരു ആരുടെ വായിൽ നിന്ന് കേട്ടിട്ടുമില്ല. ഗ്ലോറി. പകരം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ വിശ്വസിക്കണം. ഗ്ലോറി. ഞാൻ പറയുന്ന ഓരോ വാക്യങ്ങളും ഇതാ ആ ബൈബിളിലെ വാക്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. എന്നിട്ട് എന്തിനാണ്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ വാക്കുകളായിരിക്കരുത്. ദൈവദാസന്മാരെ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഭകളിൽ നിങ്ങളുടെ പുറകെ വരുന്ന നിങ്ങളുടെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ ആടുകളല്ല, കർത്താവിൻ്റെ ആടുകൾ അങ്ങനെ ആയിപ്പോയതാണ്. ഗ്ലോറി. ശ്രദ്ധിച്ചേ, അവരോട് പറയണം എന്നെ വിശ്വസിക്കരുത്. ഗ്ലോറി. ബൈബിൾ വിശ്വസിക്കണം. എൻ്റെ വാക്കിൽ നിങ്ങൾ വിശ്വസിച്ച് വന്നാൽ നിങ്ങൾ മണലിന്മേൽ അടിസ്ഥാനം എടുത്തവരാ. പക്ഷേ ബൈബിളിലെ വാക്കുകൾ നിങ്ങൾ വിശ്വസിച്ച് വന്നാൽ നിങ്ങൾ പാറമേൽ അടിസ്ഥാനം ഇടുന്നവരാ. ഞാൻ നിങ്ങൾക്ക് പാറകളെ ചൂണ്ടിക്കാണിച്ചു തരികയേ ഉള്ളൂ. അതിൽ നിങ്ങൾ അടിസ്ഥാനം ഇട്ട് വളരണം. ഗ്ലോറി. എന്നിട്ട് അവിടെ ഇവിടെ ചെന്നിട്ട് പറയരുത് ഷാജി ബ്രദർ പറഞ്ഞു എന്ന് പറഞ്ഞ്. കാരണം ഞാൻ പറഞ്ഞു എന്നെ പിന്തുടരരുത്. ഒരു വ്യക്തിയും എൻ്റെ പുറകെ വരരുത്. നിങ്ങൾ വന്നാലും എനിക്ക് നോക്കാൻ സമയം ഇല്ല. ഗ്ലോറി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പല ഫോണുകളും വന്നു, ഞാൻ എടുത്തില്ല. ഓരോ ഫോൺ വരുമ്പോഴും എൻ്റെ അകത്ത് വരുന്നത് അതിങ്ങനെയാണ്, മനുഷ്യൻ വിളിക്കുന്നു നിന്നെ, മനുഷ്യൻ വിളിക്കുന്നു, ദൈവം തന്ന സമയത്തെ കൊല്ലാൻ മനുഷ്യൻ വിളിക്കുന്നു. ഗ്ലോറി. അപ്പൊ ആ മ്യൂസിക്, ആ റിംഗ് ടോൺ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ അകത്ത് തോന്നണേ. അതുകൊണ്ട് ഞാനൊന്നും എടുക്കാൻ പോയില്ല. കാരണം ഞാൻ എൻ്റെ കർത്താവോട് കൂടെയാ. ഗ്ലോറി. എൻ്റെ ദൈവത്തോടു കൂടെയാ. ഞാൻ ഉയരത്തിലെ വീണ്ടും തന്നെ അനുഭവത്തിൽ ജീവിക്കുക. അപ്പോൾ ഇവിടെ ഇതാ വിളിയോട് വിളി. ആ വിളി എന്തിനാന്ന് എനിക്കറിയാം. ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുമ്പോൾ നീ ആർക്കും വന്ദനം ചെയ്യരുത്. എന്നെക്കൊണ്ട് പലർക്കും വന്ദനം ചെയ്യിക്കാനാണ് ആ വിളി വരുന്നത്. ഗ്ലോറി. എൻ്റെ മനസ്സിനെ മാറ്റണം. സർപ്പം ഹവ്വയെ ഉപായത്തെ ചതിച്ചതുപോലെ അവളുടെ മനസ്സ് ക്രിസ്തുവിൽ നിന്ന് മാറ്റിക്കളയണം. ഗ്ലോറി. പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ദൈവം തരുന്ന, അതായത് നിങ്ങൾ ദൈവത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് മനുഷ്യൻ വിളിക്കുന്നതെങ്കിൽ ലീവ് ഇറ്റ്. ഗ്ലോറി. ദൈവത്തോടു കൂടി ഇരിക്കുക. അല്ല വല്ല ഇമ്പോർട്ടൻറ്റ് കോള് ഇതാ വല്ലതും ആണോ, നിങ്ങളുടെ ആ പപ്പ പറയും മോനെ ഇന്ന ആളാ എടുക്കാൻ. ഗ്ലോറി. ഒരിക്കലും ഞാൻ ഇവിടെ ഏതോ ഒരു മീറ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ ആരും ശല്യം ചെയ്യാതിരിക്കുവാൻ കർത്താവ് പ്രാർത്ഥനാ റൂം ഒന്ന് തന്നിട്ടുണ്ട് ഏറ്റവും മുകളിൽ. അവിടെ പോയിരിക്കും. ഇന്ന് രാവിലെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതാ ഞാൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതാ ഒരു ബെല്ലുമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് എൻ്റെ അകത്തുനിന്ന് പറയുക,
താഴേക്ക് ചെല്ലും, നിന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കുന്നു. ടെലിഫോണും ഇല്ല, ഒന്നുമില്ല, നിന്നെ അന്വേഷിച്ചതേ ഒരാൾ വന്നിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ദൈവവേല നടക്കേണ്ട ആ ക്രമീകരണവുമായിട്ട് ഒരാളാണ് വന്നേക്കണേ. ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ പവറുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ് വന്നേക്കണേ. കാരണം അതുണ്ടെങ്കിലേ ആ മീറ്റിംഗ് അന്ന് നടക്കത്തുള്ളൂ. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, മനോഹരമായൊരു ജീവിതം സ്വർഗീയ പിതാവുമായി നമുക്ക് നൽകിയിരിക്കുന്നു. ആ സ്വർഗീയ പിതാവുമായി നാം ജീവിക്കുവാനായിട്ട് ഇടയാകണം. അപ്പോൾ ഇതാ ഈ ബൈബിളിലൂടെ നമുക്ക് നമ്മുടെ അദൃശ്യ മനുഷ്യനെ കാണാം. അദൃശ്യ മനുഷ്യനെ കാണുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ഞാൻ ഇത്ര വൃത്തികെട്ടവനും വൃത്തികെട്ടവളും ആണല്ലോ എന്ന്. മനസ്സിലായോ? അവിടെ നമ്മുടെ കമ്പാരിസൺ വേറെ ആരുമായിട്ടല്ല, കർത്താവായ യേശുവുമായിട്ടാണ്. ഗ്ലോറി. അങ്ങനെ കർത്താവുമായി യേശുവുമായിട്ട് നാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കാണാം. ഒരിക്കലും ഞാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടൊരു ചിത്രം, ഒരു മാസിക, ആ വനിത എന്നൊരു മാസികയുടെ അഡ്വർടൈസ്മെൻ്റ് ആണ് അവിടെ കാണുന്നത്. ആ അഡ്വർടൈസ്മെൻറ്റിൽ അവർ ഇങ്ങനെ താഴെ ഒരു സ്ത്രീ പറയാണ്, വനിതയിൽ ഞാൻ എന്നെ കാണുന്നു. ആ സ്ത്രീ വനിത എന്ന മാസികയിൽ ആ സ്ത്രീയെ കാണുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കിയാട്ടെ, ഇതുവരെയും ബൈബിളിൽ നിന്നെ ഇതുവരെയും കണ്ടിട്ടില്ലയോ? ബൈബിളിലൂടെ നോക്കുമ്പോൾ നിനക്ക് നിന്നെ കാണാം. ബൈബിള് നിന്റെ പ്രശ്നം മാറ്റുന്ന ഒരു പുസ്തകം മാത്രമായിട്ട് അധംപതിപ്പിക്കരുത്. ഗ്ലോറി. ഈ ഭൂമിയിലെ നടുവേദന മാറ്റും, പൈസയുടെ പ്രശ്നം മാറ്റും, ഇങ്ങനെ ആ പ്രശ്നങ്ങൾ മാറ്റുന്ന ഒരു പുസ്തകം മാത്രമായിട്ട് അധംപതിക്കരുത്. ദൈവവചനം പറയുന്നു, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അനിഷ്ടന്മാരാ. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം എന്ത് നോക്കി ഉറപ്പിക്കണമെന്നറിയാമോ? വചനം നോക്കി ഉറപ്പിച്ച് നിങ്ങൾ ആരും എൻ്റെ പിന്നാലെയല്ല വരണ്ടേ, എനിക്ക് അതിനുള്ള സമയമില്ല, പകരം നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ പിന്നാലെ പൊക്കോളണം. പിടുത്തം കിട്ടിയോ? കർത്താവിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെയാണ്. കാരണം ഞാൻ കർത്താവിൻ്റെ കൂടെയാണ്, ഞാൻ കർത്താവിൻ്റെ പിന്നാലെയാണ്. മനസ്സിലായോ? അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ എൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ നിർത്തുന്നില്ല, നിങ്ങളെ കർത്താവിൻ്റെ കൂട്ടത്തിൽ നിർത്തുന്നത്. അങ്ങനെ നിങ്ങൾ കർത്താവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടത്തിലാണ്. ഗ്ലോറി. ഹല്ലേലൂയ. എനിക്ക് പേര് പറയാൻ ഒരു സംഘടനയില്ല. ഗ്ലോറി. ഒരു സംഘടനയില്ല, ഒരു ഗ്രൂപ്പില്ല. കാരണം ഞാൻ എന്തിനാ ഈ വളരെ വില കുറഞ്ഞൊക്കെ ഉണ്ടാക്കണേ? കാരണം യൂണിവേഴ്സിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ അംഗമാണ് ഞാൻ. ദൈവരാജ്യം എന്ന കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ പപ്പയേക്കാൾ വലിയവനായി ലോകത്ത് ആരുമില്ല. അപ്പോൾ എനിക്ക് ആ സ്വർഗത്തിൽ സിറ്റിസൺഷിപ്പും തന്നു. ഞാൻ ലോകത്തിൽ പോയി മെമ്പർഷിപ്പ് എടുക്കണം എന്തിനാ? മനസ്സിലാവുന്നുണ്ടോ? ആ സ്വർഗത്തിലെ കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ആ സിറ്റിസണായി തീരുക, സ്വർഗരാജ്യത്തിലെ പൗരന്മാരായി തീരുക. നിങ്ങൾ ഓൾറെഡി പൗരന്മാരാണ്, പക്ഷെ ജീവിതത്തിലൂടെ ആയിത്തീരുന്നില്ല. ഗ്ലോറി. ദൈവവചനം പറയുന്നു, നമ്മളുടെ പൗരത്വമോ അങ്ങ് സ്വർഗത്തിലാണ്. ഇത് ഒരു കൂട്ടർക്ക്, ഞാൻ നിങ്ങളുടെ ഒരു ബലഹീനത ഞാൻ പറഞ്ഞു തരട്ടെ, ഇത് കേട്ട് 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 പലപ്പോഴും തഴമ്പിച്ചു പോയി. കാരണം കേൾക്കൽ മാത്രമേ ഉള്ളൂ, അനുഭവം ഇല്ല. ഗ്ലോറി. കേൾക്കൽ മാത്രമേ ഉള്ളൂ, അനുഭവം ഇല്ല. അനുഭവം കൂടെ ജീവിക്കുമ്പോഴുണ്ടാകുന്നത്. അപ്പനോട് കൂടെ ജീവിക്കുമ്പോൾ അനുഭവം ഉണ്ടാകുന്നത്. മനുഷ്യരോട് കൂടെ ജീവിച്ചാൽ അവരുമായിട്ടുള്ള അനുഭവങ്ങളെ ഉണ്ടാവുള്ളൂ. ദൈവവുമായിട്ടുള്ള ജീവിക്കേണ്ടതിനെ കുറിച്ചുള്ള അറിവ് ബൈബിൾ വായിച്ചാൽ കിട്ടും, അനുഭവം കിട്ടില്ല. അനുഭവം കിട്ടണമെങ്കിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ബോൾഡായിരിക്കും. ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിര് വന്നാലും നിങ്ങൾ ബോൾഡായിരിക്കും. ഗ്ലോറി. നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. ഏത് മതവും ഗ്രൂപ്പ് സംഘടനയും ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു ശത്രുവിനെ എല്ലാവരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും.
ഹല്ലേലൂയ. കാരണം നമ്മുടെ അപ്പൻ്റെ സ്വഭാവം അതാ. ഗ്ലോറി. അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഇത് ആ വ്യക്തിയും അറിയേണ്ടത് അറിഞ്ഞാൽ അവനെ ആ സത്യ സ്വതന്ത്രമാക്കും. പക്ഷെ അവൻ അറിയുന്നില്ല. അറിയുവാൻ പിശാചിൻ്റെ ആളുകൾ സമ്മതിക്കില്ല. എന്നാൽ നല്ലവരായ പല വ്യക്തിത്വങ്ങളും അറിയാതെ ആ കൂട്ടത്തിൽ ചേർന്ന് പോകുന്നു. അങ്ങനെ ആകരുത്. പകരം ഈ ബൈബിളാണ് ഈ ഇരുണ്ട ഭൂഖണ്ഡത്തിലുള്ള അകപ്പാടെയുള്ള വെളിച്ചം. നമ്മുടെ ഗ്രൂപ്പോ നമ്മുടെ സംഘടനയോ ഇതൊന്നും നിലനിൽക്കത്തില്ല. ഈ സംഘടനകളോ ഗ്രൂപ്പുകളോ ഒന്നും സ്വർഗത്തിലില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ആരാണെന്നറിയാമോ? യാക്കോബിറ്റുകാരൻ, പെന്തക്കോസ്തുകാരൻ, കത്തോലിക്കക്കാരൻ, മാർത്തോമക്കാരൻ, ഇതൊന്നുമല്ല. ഇതൊക്കെ മനുഷ്യരും നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് പറയുന്നത്. കത്തോലിക്കലാട്ടോ, മാർത്തോമയിലാട്ടോ, പെന്തക്കോസ്തിലാട്ടോ. ബൈബിൾ പറയുന്നു, കാൺമീൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം കത്തോലിക്കൻ, മാർത്തോമ, പെന്തക്കോസ്, ഇതൊക്കെ മനുഷ്യനിട്ട പേരാ അല്ലേ? ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിളിലേക്കായിരിക്കും. ഗ്ലോറി. എന്നെ വിശ്വസിക്കരുത്. ബൈബിൾ പറയുന്നു, ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ബൈബിളല്ലേ? അപ്പോൾ അടുത്ത ദിവസം ആരെങ്കിലും കുഞ്ഞെ നീ ആരാന്ന് ചോദിച്ചോ, പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ മകനാ, ദൈവത്തിൻ്റെ മകളാ, സർവശക്തനായ ദൈവത്തിൻ്റെ മകനാ, എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മകനാ, എനിക്ക് എൻ്റെ പിതാവിനെ അറിയാം. കുഞ്ഞെ നിനക്കറിയോ? നീ എൻ്റെ സഹോദരനാ, പപ്പയെ അറിയോ? ഗ്ലോറി. ഹല്ലേലൂയ. അല്ല, നീ ഭൂമിയിലൊരു ഗ്രൂപ്പിൻ്റെ പേര് പറഞ്ഞാൽ ഉടനെ സംഘടന രണ്ടായി ഡിവിഷനായി. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഒന്നാകാൻ തുടങ്ങും. ഗ്ലോറി. ഏത് വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് പഴയത് നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം. ദൈവം ആരെയും നിർബന്ധിക്കത്തില്ല. സത്യം പറഞ്ഞു കൊടുക്കും. സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. സത്യം സ്വതന്ത്രമാക്കണമെങ്കിൽ നാം താഴ്മ ധരിക്കുവാനായിട്ട് ഇടയാകണം. ഗ്ലോറി. ഹല്ലേലൂയ. താഴ്മ ധരിക്കുവാൻ നാം ക്രിസ്തുവിൻ്റെ പുറകെ പൊക്കോളണം. വേറൊരു വ്യക്തികളുടെ പുറകെ അല്ല നാം പോകേണ്ടത്, ക്രിസ്തുവിൻ്റെ പുറകെ. നിങ്ങളെ ആരെയും ഞാൻ എൻ്റെ പുറകെ വരാൻ നിർബന്ധിച്ചില്ലല്ലോ. എല്ലാവരും ക്രിസ്തുവിൻ്റെ പുറകെ പോവുക. അപ്പോൾ അറിയാതെ നിങ്ങളും എന്നോടൊപ്പം ആയിരിക്കും. കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ പുറകെയാ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റിസൾട്ട് ഇല്ലാത്ത ഒന്നിൻ്റെയും പുറകെ പോകരുത്. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിഞ്ഞോളണം. റിസൾട്ട് ഇല്ല എങ്കിൽ അത് ഫേക്കാ. മനസ്സിലായോ? റിസൾട്ട് ഇല്ല എങ്കിൽ അത് ഫേക്കാ. അതുകൊണ്ട് റിസൾട്ട് ഉള്ളതിൻ്റെ പുറകെ മാത്രമേ പോകുവാൻ പാടുള്ളൂ. കാരണം അവസാനം ഇതാ നമ്മളെ ചെക്ക് ചെയ്യുന്നത് ഈ ലോകത്തിലൊരു മനുഷ്യനുമല്ല, കർത്താവായ യേശുവാ. കർത്താവ് യേശുവാ. അപ്പോൾ ചെക്ക് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ സ്വർഗീയ കുടുംബക്കാരാണോ അല്ലയോ എന്നാ നോക്കണേ. ഗ്ലോറി. സ്വർഗീയ കുടുംബക്കാരോ അല്ലയോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതാ ഞാനും നിങ്ങളും വെമ്പനാട്ട് കുടുംബക്കാരനും പാലത്തിങ്കൽ കുടുംബക്കാരനൊന്നുമല്ല. ദൈവവചനം പറയുകയാണ്, നാം ഓരോരുത്തരും ആരാന്നറിയാമോ? എഫേസ്യ ലേഖനം 2:19 പറയാണ്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. നമ്മൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാര്, സ്വർഗീയ ഭവനക്കാരുമത്രേ. അപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇതാ ഞാനൊരു സ്വർഗീയ ഭവനക്കാരനായിട്ട് ഇവിടെ നിൽക്കണേ. ഗ്ലോറി. ഇതാ അപ്പനോട് കൂടെ ജീവിച്ച് ആ അപ്പനെ, ആ പിതാവിനെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരികയാണ്. എങ്ങനെ? എൻ്റെ ജ്യേഷ്ഠനായ കർത്താവ് ചെയ്തതുപോലെ, യേശു ചെയ്തതുപോലെ. യോഹന്നാൻ 17 പറയാ, യേശു പിതാവിനോട് പറയാ, പിതാവേ, ലോകത്തിന് നിന്നെ അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ എന്നാ ചെയ്യാ? ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യും? അത് കഴിഞ്ഞില്ല? ഇല്ല, ഇനിയും അത് തന്നെ ചെയ്യും. പിടുത്തം കിട്ടിയോ? എന്നിട്ട് നമ്മളോട് പറഞ്ഞു, എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, പോയി വെളിപ്പെടുത്തുക നിങ്ങളുടെ പിതാവിനെ.
ഹല്ലേലൂയ. വെറും വാ കൊണ്ട് മാത്രമല്ല, ജീവിതത്തിലൂടെ വെളിപ്പെടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ നോക്കുമ്പോൾ നമ്മളുടേതായ ആ ഇൻവിസിബിൾ രൂപം എന്തെന്ന് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ കാണിച്ചു തരും. അപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നതിൻ്റെ എല്ലാ അടിസ്ഥാനം ദൈവവചനമാണ്. ഗ്ലോറി. ഈ സമയത്ത് ദൈവദാസന്മാരെ ഞാൻ എൻകറേജ് ചെയ്യുകയാണ്. ആരെങ്കിലും നിങ്ങളോടൊന്ന് പറയുകയാണ്, ദേവദാസനെ അങ്ങ് പ്രസംഗിച്ച ആ കാര്യം ബൈബിളിൽ അങ്ങനെ ഇല്ല കേട്ടോ, ബൈബിളിൽ ഇങ്ങനെ ആട്ടോ പറയുന്നേ എന്ന് ഏതെങ്കിലും വ്യക്തി വചന അടിസ്ഥാനത്തിൽ വന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവർക്കെതിരെ കയർക്കരുത്. പകരം എന്ത് ചെയ്യണം? അവരെ അക്സെപ്റ്റ് ചെയ്യണം. കാരണം അവർ പറയുന്നത് ബൈബിളാണ്. ഗ്ലോറി. നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്ത യഥാർത്ഥത്തിൽ നാം റിജക്റ്റ് ചെയ്യണത് ആരെയാണെന്ന് അറിയാമോ? ദൈവത്തെയാണ്. ആ കൊച്ചുകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞേ, ആ കൊച്ചുകുട്ടിയെയല്ല, ആ മോളെയല്ല, ആ മോനെയല്ല, ദൈവത്തെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. കാരണം ആ വ്യക്തി കാണിച്ചത് ബൈബിളാണ്. അപ്പോൾ സഹോദരങ്ങൾ, ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും എന്നോടൊന്ന് പറയുന്നുവെങ്കിൽ, എൻ്റെ ദേവദാസനെ ബൈബിളിൽ അങ്ങനെയല്ല കേട്ടോ, ബൈബിളിൽ ഇങ്ങനെയാട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ചെയ്യും? അത് സത്യമാണെന്ന് ചെക്ക് ചെയ്തിട്ട് സത്യമാണെന്ന് ബോധ്യം വന്നാൽ ആ നിമിഷം തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. പിടുത്തം കിട്ടിയോ? ഈ ഒരു രൂപം നമുക്കില്ല എങ്കിൽ നമ്മൾ നശിച്ചു പോകും. കാരണം നമ്മൾ പഠിച്ചതിലെല്ലാം പല പല തെറ്റുകൾ, എററുകളിൽ കിടക്കുകയാണ് നമ്മൾ. പക്ഷേ ദൈവവചനം പറയുന്നു, സത്യം നീ അറിയുമ്പോൾ സത്യം നിന്നെ അറിയിക്കുന്നത് നിന്നെ സ്വതന്ത്രനാക്കാനാണ്. പക്ഷെ നീ സ്വതന്ത്രനാകുന്നതിന് പകരം നീ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, എൻ്റെ മൂത്ത അച്ഛൻ എന്നാ ചിന്തിക്കും, പാസ്റ്റർ എന്നാ ചിന്തിക്കും, ദേവദാസൻ എന്നാ ചിന്തിക്കും, എൻ്റെ വീട്ടിലെ മറ്റംഗങ്ങൾ എന്നാ ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞെ നീ ഇരുന്നാൽ നിന്റെ ഭാവിയാ നഷ്ടം. നിനക്ക് സത്യമാണെന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതാ ഈ സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ യേശുവിനെ വിശ്വസിച്ചു. പക്ഷെ പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ, പള്ളിയിൽ നിന്ന് പുറത്താകാതിരിപ്പാൻ, വീട്ടിൽ നിന്ന് പുറത്താകാതിരിപ്പാൻ, ഗ്ലോറി, അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താകാതിരിപ്പാൻ അവർ ഏറ്റു പറഞ്ഞില്ലതാനും. ഗ്ലോറി. യോഹന്നാൻ സുവിശേഷത്തിലുള്ള കാര്യമാണ്. എന്നിട്ട് അവിടെ ബൈബിൾ എഴുതിയിരിക്കുകയാണ്, അവർ ദൈവത്തിൽ നിന്നുള്ള മാനത്തെക്കാളുപരി മനുഷ്യരാലുള്ള മാനം അവർ ആഗ്രഹിച്ചു, അന്വേഷിച്ചു. അതിൻ്റെ അർത്ഥം സ്വർഗ സന്നദ്ധയിൽ അവർ റിജക്റ്റപ്പെട്ടു, പുറത്താക്കപ്പെട്ടു എന്ന് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആദം എപ്പോഴാണ് പുറത്താക്കപ്പെട്ടെ? ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരി ദൈവം കൊടുത്ത സമ്മാനമായ ഹവ്വയുടെ വാക്ക് കേട്ട് അനുസരിച്ചത് കൊണ്ട് ദൈവം പറഞ്ഞു, ഔട്ട്, എൻ്റെ വാക്കിലുപരി നീ ഹവ്വയുടെ വാക്ക് കേട്ടു. അതായത് ഞാനും പറഞ്ഞു, ഹവ്വയും പറഞ്ഞു, സൃഷ്ടാവും പറഞ്ഞു, സൃഷ്ടിയും പറഞ്ഞു. നീ ഏത് ഏറ്റെടുത്തു? സൃഷ്ടി പറഞ്ഞ ഏറ്റെടുത്തു. സൃഷ്ടാവിൻ്റെ കിങ്ഡത്തിൽ നിന്ന് പുറത്ത്. ഗ്ലോറി. അപ്പോൾ സൃഷ്ടാവിൻ്റെ കിങ്ഡത്തിലേക്ക്, ഫാമിലിയിലേക്ക് നമ്മളെ തിരിച്ചു വിളിക്കുകയാണ്. അതിന് നമുക്ക് എന്താ വേണ്ടേ? ദൈവവചനം പറയുന്നു, സൃഷ്ടാവിൻ്റെ ഫാമിലി വന്നിരിക്കുന്നു, ദൈവരാജ്യം വന്നിരിക്കുന്നു. അപ്പൊ നീ എന്ത് ചെയ്യണം? അതിൽ കയറണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഗ്ലോറി. മാനസാന്തരപ്പെടണം. അല്ലാണ്ട് ഒരു പ്രാർത്ഥനയിൽ ഒതുക്കരുത്. മാനസാന്തരപ്പെടണം, മനസ്സിന് അന്തരം വരുത്തണം. ഇതേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഗ്ലോറി. നമ്മുടെ സ്ഥാനത്തിന് വേണ്ടിയും മാനത്തിന് വേണ്ടിയും ഒന്നും ഓടരുത്. ഗ്ലോറി. നമ്മുടെ അപ്പൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ഓടണം. ഗ്ലോറി. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് മകനെ നീ ജ്ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. അപ്പോൾ നീ എന്ത് ചെയ്താൽ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കപ്പെടും?
നീ ജ്ഞാനിയാകണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നപ്പോൾ ഞാൻ ധാരാളം ഈ സുവിശേഷ വിരോധികളുള്ള സ്ഥലങ്ങളിലൂടെ ജീവിക്കുന്ന അപ്പോൾ ഞങ്ങളുടെ കസ്റ്റമർ എടുക്കുക ചെല്ലുമ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ ഇത്തിരി തീവ്രവാദികളാണ്. തീവ്രവാദ ലെവലിൽ സംസാരിക്കും. അപ്പോൾ ഒരിക്കൽ ഒരു കസ്റ്റമർ അടുക്കി ചെന്നു. കസ്റ്റമർ അടുക്കിലേക്ക് പോകുമ്പോൾ ഒരു വ്യക്തിത്വത്തെ കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, അതെ യേശുക്രിസ്തു ദൈവമാണല്ലേ? ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അല്ല, നിങ്ങളുടെ ദൈവം ഈ കാൽവരി ക്രൂശിൽ മരിച്ചത്. ഞാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തുന്നു. അപ്പോൾ കാൽവരി ക്രൂശിൽ മരിച്ചില്ലേ? ഞാൻ പറഞ്ഞു, മരിച്ചു. അപ്പോൾ ദൈവം മരിച്ചു അല്ലേ? ദൈവം മരിച്ചു അല്ലേ? ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. ഓഹോ, അപ്പോൾ ദൈവം മരിച്ചു. അപ്പം ദൈവം മരിച്ചപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? ചോദ്യം. ദേവാസന്മാർ ഉത്തരം കൊടുക്കണേ. ഇതുകൊണ്ടാണ് നിങ്ങളുടെ മക്കളാരും നിങ്ങളുടെ പാതയിൽ വരാത്ത വിട്ടുപോകുന്നത്. ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്കില്ല. പകരം അങ്ങോട്ടും പോങ്ങും ഇങ്ങോട്ടും പോങ്ങും. ഒരു 4 ദിവസം മുമ്പാന്ന് തോന്നുന്നു, 3 ദിവസം 4 ദിവസം മുമ്പ് ഞാൻ വേറെ കസ്റ്റമർ എടുക്കുക ചെന്നു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ യൂട്യൂബിൽ ഒരു ഇതിട്ടിട്ട് ഒരു സംസാരമാണ്. ഒരു ക്രിസ്തീയ ദൈവദാസന്മാരുടെ ഗ്രൂപ്പ് നിൽക്കുന്നു. അപ്പോൾ വേറെ ഒരു വ്യക്തി, ഏത് മതമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ പറയാം. അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു മാത്രം. 1 തിമോത്തി 2:4 ഞാൻ ചിന്തിക്കുകയാണ്. ഗ്ലോറി. കർത്താവായ യേശുക്രിസ്തു മാത്രം, ഒരേ ഒരു മധ്യസ്ഥൻ ഇല്ലേ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ. അപ്പൊ ദൈവം, മനുഷ്യൻ, ഇടയിൽ യേശുക്രിസ്തു അല്ലേ? അപ്പൊ യേശുക്രിസ്തു ദൈവമല്ലേ? ചോദിക്കുന്ന ചോദ്യം കേട്ടോ. യേശുക്രിസ്തു ദൈവമല്ലേ? അപ്പോൾ നമ്മുടെ ആളിൽ എന്നാ പറയും? അതെ. അപ്പോൾ ബൈബിൾ എന്നാ പറയണു? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനുള്ള. അപ്പോൾ എത്ര ദൈവമുണ്ട്? നമ്മുടെ ദൈവാസന്മാർ ഇരുന്നിട്ട് പഠിക്കും അവിടെ നിന്നുണ്ട്. അന്നേരം കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിവൃത്തിയില്ല, എന്ത് പറഞ്ഞെന്ന് അറിയത്തില്ല, എന്താ എവിടെ ഇട്ട് പറഞ്ഞാലും ഇവർ പിടിക്കും. അവസാനം ഇദ്ദേഹം ടെലിഫോൺ കട്ട് ചെയ്തു. മറ്റൊരു വിടുവോ? അവർ വീണ്ടും വിളിച്ചു. നിങ്ങളെന്തിനാ ടെലിഫോൺ കട്ട് ചെയ്തത്? ഇത് എന്തിനാ ഇത് പ്രസന്റ് ചെയ്യണമെന്ന് അറിയാമോ? ഈ കാണുന്ന നമ്മളുടെയും നമ്മുടെ തലമുറകളുടെയും വിശ്വാസം അതോടുകൂടി ത്യജിക്കും. അവരുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം പോയി. കാരണം ഇതിന് ഉത്തരം കൊടുക്കാൻ പ്രാപ്തിയുള്ള ജ്ഞാനമുള്ള ദൈവദാസന്മാർ ഇന്ന് സഭകളിലില്ല. ഗ്ലോറി. പകരം ആരെങ്കിലും ചോദിച്ചു വന്നാൽ ദേഷ്യപ്പെട്ടും, അറിയത്തില്ലെങ്കിൽ ദേഷ്യപ്പെട്ടും അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ഓടിക്കുകയാ. പിന്നെ അവരുടെ അടുത്ത ചോദ്യം, യേശു പറയുന്നു ഏക സത്യ ദൈവമായ നിന്നെയും. അപ്പൊ യേശുവിന്റെ വാക്കുകൊണ്ട് യേശു എന്ത് പറഞ്ഞു? ഏക സത്യദൈവം ആരാ? പിതാവാ. നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ യേശു തന്നെ പറഞ്ഞു ഏക സത്യദൈവം അങ്ങാന്ന്. ശ്രദ്ധിച്ചേ. അപ്പൊ നിങ്ങൾ എന്നാ പറയണു? നിങ്ങളല്ലേ പറഞ്ഞു യേശു ദൈവമാന്ന്. പക്ഷെ യേശു പറഞ്ഞു ഏക സത്യദൈവം നീ മാത്രമാണ്. എന്നെ ഉത്തരം പറയും സഹോദരങ്ങളെ. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, പരിജ്ഞാനമില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഇതിന് ഉത്തരം കൊടുക്കുവാൻ ദൈവദാസന്മാരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇതാ കർത്താവ് പറയുന്നത്, എന്നെ നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. അപ്പോൾ ജ്ഞാനം വന്നാലേ ഉത്തരം പറയാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിലേ ദൈവത്തിന്റെ ഹൃദയത്തെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ.
അല്ലാണ്ട് റേഷൻ കടയിൽ പോയി അതുതാ ഇരുതാ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും പ്രാർത്ഥനയെന്നും പറഞ്ഞ് അതുതാ ഇരുതാ മറ്റേതാ ഇരുതാ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ, പ്രിയ സഹോദരങ്ങളെ, ദൈവ ഹൃദയത്തിൽ സന്തോഷിപ്പിക്കാൻ തക്കവണ്ണം നാം ജ്ഞാനിയായി തീരുക. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, പരിജ്ഞാനമില്ലാത്തതിനാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു, ജ്ഞാനം തന്നെ പ്രധാനം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ സകല സമ്പാദ്യത്താൽ നീ വിവേകം നേടണം. ഗ്ലോറി, നിന്റെ സകല സമ്പാദ്യത്താൽ നേടണം. അത് നിന്നെ കാക്കും, അത് നിന്നെ സംരക്ഷിക്കും. ഗ്ലോറി, ഹല്ലേലൂയ. അത് എവിടെ നിന്ന് കിട്ടും? ദൈവത്തിൽ നിന്നേ കിട്ടൂ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് കിട്ടില്ല, ദൈവത്തിൽ നിന്നേ കിട്ടും. ഇപ്പൊ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സെക്കൻഡ് ഹാൻഡ് ആണ്, അത് നിങ്ങൾ ഫസ്റ്റ് ഹാൻഡ് ആക്കി മാറ്റണം. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. ഈ ജ്ഞാനത്തിൻ്റെ മറ്റൊരു പേരാണ് സത്യം. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൈവത്തിൻ്റെ ചിന്തകളാണ് ഈ ജ്ഞാനം. ഇത് ജ്ഞാനം നിങ്ങൾ അറിയണം. ഇത് അറിയിക്കാതിരിക്കാനാണ് ഈ ലോകത്തിലെ പിശാച് നോക്കുന്നത്. ഈ മീറ്റിങ്ങിന്റെ പ്രാധാന്യം എന്നാണെന്നറിയട്ടെ? ദൈവം തൻ്റെ ഹൃദയത്തിലെ ചിന്ത ഇതാ ഈ അന്ത്യനാളിൽ ദൈവജനത്തിന് പൊഴിച്ചു തരികയാണ്. ഇത് പൊഴിച്ച് തന്നു കഴിഞ്ഞാൽ ഇതുവരെയും ശത്രുവിനെ തടഞ്ഞു വെച്ച, അതായത് ഇടുക്കി ഡാമിനെ തടഞ്ഞു വെച്ചേക്കണ കണ്ടിട്ടില്ലേ? ഇടുക്കിയിലെ വെള്ളം ഒരു ഡാം കെട്ടി തടഞ്ഞു വെച്ചിട്ടില്ലേ? അതേപോലെ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ വെള്ളം ദൈവം തുറന്നു വിടും. ഗ്ലോറി, തുറന്നു വിടും. ഇതുവരെ അത് അടച്ചു വെച്ചിരിക്കുകയാണ്, അത് തുറന്നു വിടും. തുറന്നു വിട്ടാൽ ഇടുക്കിയിൽ നിന്ന് വെള്ളം വന്ന് ഇതാ പറഞ്ഞു കേട്ടിട്ടില്ലേ, പല പട്ടണങ്ങളെ എടുത്തു കളയും എന്ന് പറയുന്നത് പോലെ ആ വെള്ളം ഇങ്ങ് വരും. ആ വെള്ളം വരും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇതാ സർപ്പം അല്ലെങ്കിൽ പിശാച് സ്ത്രീയെ, അതായത് സഭയെ ഒഴുക്കി കളയേണ്ടതിന് വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിക്കും. ഗ്ലോറി, ഇതുവരെയും ഇതാ ദൈവം അതിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ സഭ സത്യം അറിഞ്ഞാൽ അറിയാനുള്ള അവസരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, അതിനുള്ള അവസരം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ദൈവം ഷട്ടർ പൊക്കും. ഉടനെ ദൈവം ഷട്ടർ പൊക്കും. തടുക്കുന്നവൻ ഇതുവരെയും തടഞ്ഞു വെച്ചിരിക്കുകയാ. കുഞ്ഞെ, നീ മത്തായി 24:14 അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള അവസരം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ദൈവം ഷട്ടർ പൊക്കും, അല്ലെങ്കിൽ തടുക്കുന്നവൻ ആ തടസ്സം മാറ്റിക്കൊടുക്കും. അതോടെ ആ ധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഗ്ലോറി, കർത്താവ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവനെ. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 13:44 പറയുന്നത്, സ്വർഗരാജ്യം, യേശുവിൻ്റെ സുവിശേഷമായ സ്വർഗരാജ്യ നിധിയാണ്, നിധി. പക്ഷേ അത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ആരോ അതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. അതൊരു മനുഷ്യൻ കണ്ടു. എന്നിട്ട് ആ മനുഷ്യൻ കണ്ടപ്പോൾ ആ മനുഷ്യൻ ചെയ്തത്, ആ നിധിയെ പോയി വീണ്ടും മറച്ചു, രണ്ടാമത് മറച്ചു, 2 മറ. ഗ്ലോറി, എന്നിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി ഇങ്ങ് വാങ്ങി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എത്ര മറ? 2 മറ. 2 മറ. പറഞ്ഞേ, 2 മറ. ഈ 2 മറയും 2 ആത്മരാജ്യങ്ങൾ ഇട്ടിരിക്കുന്നതാണ്. 2 ആത്മരാജ്യങ്ങൾ. ആത്മരാജ്യങ്ങളെ കുറിച്ച് ABC അറിയാൻ പാടില്ലെങ്കിൽ ബുദ്ധിമുട്ടി പോവും. ആത്മരാജ്യങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു ചിത്രം വരുന്ന സമയങ്ങളിൽ സ്ക്രീനിൽ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ആത്മരാജ്യങ്ങളെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി, തൽക്കാലം ഇൻട്രോഡക്ടറി സെക്ഷൻ ആണല്ലോ. ഇതാ
അതിലൊന്നാണ് പിശാചിന്റെ രാജ്യം. ഇതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, സാത്താൻ സാത്താനോട് തന്നെ എതിർത്താൽ അവന്റെ കിങ്ഡം, അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഗ്ലോറി. വീണ്ടും കർത്താവ് പറയുകയാണ്, ഞാൻ വന്നത് കിങ്ഡം ഓഫ് ഗോഡ് പ്രസംഗിക്കാനാണ്, ദൈവത്തിന്റെ രാജ്യം പ്രസംഗിക്കാനാണ്. ഇത് രണ്ടും ആത്മരാജ്യങ്ങളാണ്. നമ്മളുടെ മനുഷ്യന്റെ ഈ ഭൗതിക രാജ്യമാണ് ഈ ഭൂമി. ഗ്ലോറി. എന്നാൽ ആത്മരാജ്യങ്ങൾ, ഈ പിശാചിന്റെ രാജ്യവും ദൈവത്തിന്റെ രാജ്യവും രണ്ട് മറകളിലൂടെ ഇതിനെ മറച്ചിട്ടിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്വർഗരാജ്യം എന്ന ആ സുവിശേഷം നിധിയെ മറച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ ചോദ്യം ഉണ്ടായിട്ടുണ്ടാകത്തില്ല. കാരണം അതിനെക്കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കത്തില്ല. അതിനെ മറച്ചു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആ നിധിയെ മറച്ചിട്ടിരിക്കുകയാണ്. ആദ്യം ചെയ്തത് പിശാചാണ്. ഗ്ലോറി. നിധിയെ മറച്ചത് പിശാചാണ്. പിശാച് അത് മറച്ചതോടുകൂടെ ദൈവം പിശാചിനെയും മറച്ചു. ഗ്ലോറി. ഇതാ രണ്ട് മറകളാണ്. ഒന്ന് നിധി, സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം. നമ്മുടെ ഉള്ളിലുള്ള മറഞ്ഞു കിടക്കുന്ന ഈ നിധി നമ്മൾ കാണാതിരിപ്പാൻ ലോകമെന്ന മറ കൊണ്ട്, ലോക ദർശനമെന്ന മറ കൊണ്ട്, നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ പറഞ്ഞാൽ മണി എന്ന മറ കൊണ്ട്, ലോകത്തിൽ വലിയവനാകാനുള്ള ദാഹം കൊണ്ട് അടച്ചു മറച്ചു. അത് ഈ ലോകപ്രകാരമുള്ള ഒരു വ്യക്തി ആകട്ടെ, ഒരു ശുശ്രൂഷകനാകട്ടെ, ഗ്ലോറി, എല്ലാം എനിക്കൊന്ന് വലിയതാകണം, എന്നെ എല്ലാവരും അറിയണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോ, ഞാൻ പ്രസംഗിക്കുമ്പോ ഇന്ന നടക്കണം, എന്നെ എല്ലാവരും അറിയണം. ആര് തന്നെ ഒരു മറ. ഗ്ലോറി. എനിക്കുണ്ടാക്കണം, എനിക്കറിയപ്പെടണം. ഇതാ അങ്ങനെ ഒരു ചിന്ത, ലോകത്തിൽ വലിയവനാകണം എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ നീതി മറഞ്ഞു. അതോടൊപ്പം തന്നെ അത് പിശാച് ചെയ്തതോടൊപ്പം തന്നെ ദൈവം ചെയ്ത കാര്യം, ദൈവം അവനെയും മറച്ചു. അവന് വെളിപ്പെടാൻ കഴിയത്തില്ല. ഇതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഗ്ലോറി. ഇനിയിപ്പോ എന്താ സംഭവിക്കണ്ടേ? ഇതാ ഈ ദൈവം ഇതിനെ തടയുന്ന ദൈവം ഇത് ആ തടസ്സം മാറ്റി കൊടുത്താൽ മതി, അതോടെ അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരൻ, ദൈവം എപ്പോഴാണ് അത് മാറ്റി കൊടുക്കുന്നത്? രാജത്വത്തിന്റെ സുവിശേഷം മൂന്നാമതും ഈ പ്ലാനറ്റിലേക്ക് ദൈവം അയക്കും. അയച്ചു കഴിഞ്ഞാൽ അതോടെ ഷട്ടർ തുറക്കും. ആദ്യം ഒന്ന് ഷട്ടർ തുറന്നതാ ഏദനിൽ വെച്ച്. അത് കഴിഞ്ഞപ്പോൾ ഇതുവരെ അവന് അവസരം കിട്ടിയിട്ടില്ല. അന്ന് ദൈവം ഷട്ടർ അടച്ചു. നീ കണ്ട മൃഗമോ മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതും ഇപ്പൊ തടഞ്ഞിട്ടിരിക്കുക, കയറാൻ പറ്റണില്ല. 7 തലയുള്ള മൃഗത്തിന്റെ കാര്യം പറഞ്ഞേ. ഗർഭിണിയായ ആ സ്ത്രീയുടെ മുമ്പാകെ ഇതാ ഒരു ഡ്രാഗൺ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയാവുന്ന ആ കാര്യം,
ഈ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ ഇതാ ഈ ഡ്രാഗൺ ആ സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുകയാണ്. 7 തലയുണ്ട് അതിന്. 7 തല വിഴുങ്ങാൻ നിൽക്കുകയാണ്. ഇത് പ്രപഞ്ചത്തിൻ്റെ ആരംഭം മുതൽ ഏദനിൽ മനുഷ്യൻ വീണത് മുതലുള്ള ചരിത്രമാണ് ഇങ്ങോട്ടേക്ക്. പ്രിയരെ, ഈ സ്ത്രീ ദൈവപ്രവൃത്തി നടക്കുന്ന ദൈവജനത്തെയാണ് ഈ കാണിക്കുന്നത്. സ്ത്രീയുടെ ഉള്ളിൽ ഉള്ള ആ കുഞ്ഞ് ദൈവ ഇഷ്ടത്തെയാണ് കാണിക്കുന്നത്. ഹലോ, ഇതാ ഈ സ്ത്രീയെ ദൈവപ്രവൃത്തി നടക്കുന്ന ദൈവജനത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ സ്ത്രീയുടെ ഉള്ളിൽ ഒരാൺകുട്ടിയുണ്ട്. ആ ആൺകുട്ടി ദൈവ ഇഷ്ടത്തെയാണ് കാണിക്കുന്നത്. സർപ്പം അല്ലെങ്കിൽ ഡ്രാഗൺ മുമ്പിൽ നിൽക്കുന്നത് ആ കുട്ടിയെ വിഴുങ്ങാനാണ്, അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്തെ വിഴുങ്ങാനാണ്. സ്വർഗരാജ്യത്തിൽ ആരാണ് കയറുന്നതെന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവൻ അല്ല, ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കയറുന്നത്. ഗ്ലോറി. ആ ദൈവ ഇഷ്ടമാണ് ഈ സ്ത്രീയുടെ ഉദരത്തിൽ ഉള്ളത്. ഗ്ലോറി. ആ ദൈവ ഇഷ്ടം നടക്കാതിരിപ്പാൻ വിഴുങ്ങുന്ന സ്വത്വമാണ് 7 തലയുള്ള മൃഗം. അല്ല എങ്കിൽ ഈ മൃഗത്തിൻ്റെ 7 തലകളെ കാണിക്കുന്നത് ഇതാ ആദം വീണതിന് ശേഷമുള്ള ഈ ലോകം വാഴുന്ന ഇതാ പിശാചിനാൽ പ്രേരിതമായ കിങ്ഡങ്ങളെയാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സംവിധാനങ്ങളെയാണ്. ഇവയെല്ലാം കൂടെ, ഇതിലെല്ലാത്തിലും കൂടെ പിശാചാണ് ഈ പ്ലാനറ്റിനെ വാഴുന്നത്. ഇതുകൊണ്ട് ദൈവം പറയുകയാണ്, സർവ്വലോകവും പിശാചിൻ്റെ കീഴിൽ കിടക്കുകയാണ്. ശ്രദ്ധിച്ചാട്ടെ, ആ ഭാഗം നമ്മൾക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ശ്രദ്ധയോടെ ഇരിക്കണേ, അല്ലെങ്കിൽ ഈ സംഭവം നിങ്ങളുടെ അകത്ത് കയറത്തില്ല. കാരണം ഇത് നിങ്ങളുടെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് മറയിട്ടിരിക്കണേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ളൊരു കിരീടം ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജ്യമുടിയുമായി തീ നിറമുള്ള മഹാസർപ്പം അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീക്ക് പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിനടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ശ്രദ്ധിച്ചേ, അപ്പോൾ ആ സംഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പിശാചിൻ്റെ ആഗ്രഹം എന്താണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേറൊന്നുമല്ല, ആ കുട്ടിയാണ്. കുട്ടിയെ വിഴുങ്ങണം. ആ കുട്ടിയാണ് ദൈവിഷ്ടം. ഈ ദൈവിഷ്ടം ഒരു ശിശു വളരുന്നത് പോലെ നമ്മുടെ ഹൃദയമാകുന്ന ഗർഭപാത്രത്തിൽ വളരണം. ഒരു ഭൗതിക ശരീരത്തിലുള്ള ഒരു സ്ത്രീക്ക് ഒരു യൂട്രസ് എന്ന ഗർഭപാത്രം ഉള്ളതുപോലെ ഇതാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഹൃദയം എന്നൊരു ഗർഭപാത്രമുണ്ട്. അത് നമ്മുടെ സോളിലാണ്. ആ സോളിൽ ഈ ദൈവത്തിൻ്റെ ഇഷ്ടം വളരണം. ദൈവത്തിൻ്റെ ഇഷ്ടം വളർന്ന് ഇതാ ഞാനും നിങ്ങളും ആ ഇഷ്ടത്തെ വെളിപ്പെടുത്തണം. ആ വെളിപ്പെടുത്തുന്നതിന് തടസ്സമായിട്ടാണ് ഈ ഡ്രാഗൺ നിൽക്കുന്നത്. ആ ശിശുവിനെ വിഴുങ്ങണം.
ആ ശിശുവിനെ വിഴുങ്ങണം. ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത സന്ദേശങ്ങളിലൂടെ മനസ്സിലാക്കാം. എന്നാൽ ഈ മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവപ്രവൃത്തി നടക്കുന്ന ഈ ദൈവജനത്തിന് ഇന്ന് അറിയത്തില്ല എൻ്റെ ഹൃദയത്തിൽ ഇതേപോലെ ഒരു ദൈവേഷ്ടം നടക്കാനുണ്ട്, ഞാൻ തിരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ ആയിത്തീരണം എന്നുള്ളത് മനസ്സിലാക്കാതെ ഇവർ യേശുവിനെ കർത്താവേ കർത്താവേ എന്ന് മാത്രം വിളിച്ച് ഇവരുടെ ശുശ്രൂഷ അവസാനിപ്പിക്കുക. ദൈവപ്രവൃത്തി നടക്കുന്ന ആ സ്ത്രീയുടെ മുമ്പിൽ പിശാച് ഒരു മറ ഇട്ടിട്ടുണ്ട്. ഒരു മറ ഇട്ടിരിക്കുക. കണ്ടോ? ശ്രദ്ധിച്ചോളണം. എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ പിശാച് എന്തിട്ടിരിക്കുന്നു? ഒരു മറ ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചേ, ഒരു സ്ത്രീക്ക് അറിഞ്ഞുകൂടാ താൻ ഗർഭിണിയാണെന്നുള്ള വിവരം. അവളൊരു സ്പോർട്സ് താരമാണ്, അവൾ ഗർഭിണിയാണെന്നുള്ള വിവരം യാതൊരു ബോധവും അവൾക്ക് ആരും അവളോട് പറഞ്ഞും കൊടുത്തിട്ടില്ല. അവൾ പതിവ് പോലെ തന്നെ സ്പോർട്സിൽ 100 മീറ്റർ 200 മീറ്റർ ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, സകലതും അവൾ ചെയ്തുകൊണ്ടിരിക്കുക. അവൾ ഒരിക്കലും പ്രസവിക്കത്തില്ല. മനസ്സിലായോ? ഗ്ലോറി. ഇതേപോലെയാണ് ഇന്ന് സഭയിലെ എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ കുഞ്ഞുങ്ങൾ. ഇവർക്ക് അറിയത്തില്ല ഇവർ യേശു ക്രിസ്തു എന്ന കാന്തനാൽ പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം. ഗ്ലോറി. അതുകൊണ്ട് ഈ കുഞ്ഞിനെ തിന്നാൻ നിൽക്കുന്ന ഇവൻ ഈ ഒരു മറ ഇവളുടെ മുമ്പിൽ ഇട്ടിട്ട് ഈ സത്യത്തെ മറച്ചു വെച്ചതുകൊണ്ട് ഇവൾ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധയില്ലാത്തൊരു ജീവിതം നയിക്കുന്നത് കൊണ്ട് ഇവൾ എന്നെന്നും 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും ഇവക്കൊരു ഒരേ സാക്ഷ്യമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച എൻ്റെ ദൈവം എനിക്ക് നല്ലവരും വിശ്വസ്തനായിരുന്നു. ഈ ഒരു സാക്ഷ്യം കൊണ്ട് അങ്ങ് നടക്കുകയാണ്, വേറൊന്നുമില്ല പറയാൻ. ദൈവം എപ്പോഴും വിശ്വസ്തനാണ്, യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് വല്ലപ്പോഴും ഒക്കെ തോന്നും ദൈവം വിശ്വസ്തനാണെന്ന്. എപ്പോഴാ? മോന് പപ്പ നന്നായിട്ട് തോന്നണം. എപ്പോഴാ? വീട്ടിൽ ഒരുമിച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ പപ്പ നല്ലതാ, അല്ലെങ്കിൽ അപ്പൊ ചീത്തയാ. ഗ്ലോറി. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടിയ പപ്പ നല്ലതാ, കഴിഞ്ഞ ആഴ്ച വിശ്വസ്തനായിരുന്നു, അതിൻ്റെ മുമ്പത്തെ ആഴ്ച അങ്ങനെയല്ല. ദൈവം എപ്പോഴും വിശ്വസ്തനാ. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവം അവിശ്വസ്തനാന്നൊക്കെ തോന്നണേ. പ്രിയരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇതാ, പിശാച് ആ മറ ഇവരുടെ മുമ്പിൽ കൊണ്ട് എന്നിട്ടു. കാരണം നിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു നിധിയുണ്ട്. നിന്റെ അകത്തൊരു നിധിയുണ്ട്. നീയല്ല സ്വർഗരാജ്യം അവകാശമാക്കുന്നത്, നിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലുണ്ട്, ദൈവത്തിൻ്റെ മകനുണ്ട്. അവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. നിനക്ക് അവകാശമാക്കാൻ പറ്റില്ല. നീ വെറും ജഡരക്തമാണ്. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കില്ല. മനസ്സിലായോ? പക്ഷെ നിന്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞുണ്ട്, ഒരു മെയിൽ അല്ലെങ്കിൽ മാൻ ചൈൽഡ് ഉണ്ട്. അവനാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്, നീയല്ല. നീ ജഡരക്തമാണ്. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഗ്ലോറി. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അബ്രഹത്തിന്റെ മകൻ ഇസ്മായേൽ
ആദ്യ മകനാണ്, അവനാണ് അവകാശമാക്കേണ്ടത്. പക്ഷേ ദൈവവചനം പറയുന്നു ഇസ്മായേൽ ജഡത്താൽ ജനിച്ചവനാണ്. വാഗ്ദത്തത്താൽ ജനിച്ചവനോടുകൂടെ ജഡത്താൽ ജനിച്ചവൻ അവകാശം പ്രാപിപ്പാൻ പാടില്ല. ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. നിങ്ങൾ വളർന്നിട്ടില്ല, ഓഡിയൻസ് തെറ്റിപ്പോയി. ഗ്ലോറി. ജഡത്താൽ ജനിച്ചത് ഇത് മുഴുവൻ ജഡമാണ്. വാഗ്ദത്തത്താൽ ജനിച്ചതോടുകൂടെ അവകാശം പങ്കിടാൻ പറ്റില്ല. ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ ശ്രദ്ധിച്ചാട്ടെ. ഇതാ ഈ സ്ത്രീയുടെ ഉള്ളിൽ എത്ര ജീവനുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന സൂര്യനെ അണിഞ്ഞ, തലയിൽ 12 നക്ഷത്രങ്ങളുള്ള, കാലിന് കീഴിൽ ചന്ദ്രനുള്ള ഈ സ്ത്രീയാണ് ദൈവപ്രവൃത്തി നടക്കുന്ന ജനം. മറ്റൊരു പറഞ്ഞാൽ സഭ. മനസ്സിലായോ? ഈ വ്യക്തിത്വത്തിന്റെ ഉള്ളിൽ, ഈ വ്യക്തിത്വത്തിൽ എത്ര ജീവനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ബൈബിള് മനസ്സിലാക്കണം. മനസ്സിലായോ? ഇതാ ജീവന്റെ പുസ്തകം. നമുക്ക് ജീവൻ ലഭിക്കാവുന്ന നിങ്ങളുടെ പുസ്തകമായത്. ഗ്ലോറി. ഞാൻ പറഞ്ഞു തരട്ടെ, നിങ്ങൾ ഇനി അത് വിട്. ഒരു ഗർഭിണി ആയൊരു സ്ത്രീ, ആ സ്ത്രീയുടെ ഉള്ളിൽ എത്ര ജീവനുണ്ട്? 2 ജീവനില്ലേ? ഒന്ന് ആ സ്ത്രീയുടെ ജീവനും അന്ന് ആ കുഞ്ഞിൻ്റെ ജീവനും. ശരിയാണോ? ഗ്ലോറി. അതേപോലെ ഈ സ്ത്രീയും എന്താണ്? ഗർഭിണിയാണല്ലേ? അല്ലേ? എത്ര ജീവനുണ്ട് അതിൻ്റെ ഉള്ളിൽ? 2 ജീവനുണ്ടല്ലേ? അതിൽ ഒരു ജീവൻ സ്വർഗരാജ്യം അവകാശമാക്കില്ല. മനസ്സിലായിട്ടുണ്ടോ? അതിൽ ഒരു ജീവൻ സ്വർഗരാജ്യം അവകാശമാക്കില്ല. മറുജീവൻ, വയറ്റിലുള്ള ജീവൻ സ്വർഗരാജ്യം അവകാശമാക്കും. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. പക്ഷേ ഈ വയറ്റിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള കാര്യം ഇന്നത്തെ ആ സ്ത്രീക്ക് അറിയത്തില്ലെങ്കിലോ? ആ സ്ത്രീ ഈ സാധനം കൊണ്ട് അവകാശമാക്കാൻ നടക്കും. ജഡരക്തം കൊണ്ട്. ദൈവവചനം പറഞ്ഞു ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുക ഇല്ല. ഹലോ, ഞാൻ ടോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ജനത്തോടും ആണെങ്കിലും ഈ ടോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. കാരണം എൻ്റെ ലക്ഷ്യം മുഴുവൻ എൻ്റെ പപ്പയുടെ വീടാണ്. ഇന്ന് ഞാൻ എൻ്റെ പപ്പയുടെ വീട്ടിലാണ്, പക്ഷേ വീട് അവകാശമാക്കിയിട്ടില്ല. ഞാൻ വീണ്ടും ജനിച്ച അന്ന് മുതൽ എനിക്ക് പപ്പയുടെ വീട് കാണാം. ഈ വചനം കർത്താവായ യേശുക്രിസ്തു ആ പള്ളിപ്രമാണിയ നിക്കോദീമോസിനോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യം കാണാം. ഗ്ലോറി. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാലുള്ള ഗിഫ്റ്റാണ് നമുക്ക് ദൈവരാജ്യം കാണാം. ഇന്ന് എനിക്ക് എൻ്റെ പപ്പയോടുകൂടെ ജീവിതമുണ്ട്, പക്ഷെ ഞാൻ അവകാശമാക്കിയിട്ടില്ല. എപ്പോഴാണ് അവകാശമാക്കണമെന്ന് അറിയാമോ? ഈ ജീവിത യാത്രയുടെ അവസാനം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ അവസാനം ഞാൻ ജയം പ്രാപിച്ചാൽ എനിക്കത് അവകാശമാക്കാം. അപ്പോൾ അവകാശമാക്കുന്നത് ഈ സ്ത്രീ അല്ലെന്ന് ഈ പറയണേ. സ്ത്രീയുടെ ഉള്ളിലുള്ള ആ മാൻ ചൈൽഡാണ്. വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ മാൻ ചൈൽഡ് എന്നാണ് മലയാളത്തിലെ കുഞ്ഞെന്നൊക്കെ എഴുതിയേക്കണേ. ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷിൽ KJV മാൻ ചൈൽഡ്. അതൊരു മനുഷ്യനാണ്, പക്ഷേ ചൈൽഡ് നേച്ചറാണ്, കുഞ്ഞിൻ്റെ സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് കർത്താവായ ശിഷ്യന്മാരോട് പറഞ്ഞത് മത്തായി 18-ാം അധ്യായത്തിൽ അവർ സ്വർഗരാജ്യത്തിൽ ആര് വലിയവനാ അങ്ങനെ എന്നൊക്കെ തർക്കങ്ങൾ നടക്കുമ്പോൾ കർത്താവ് അവരോട് പറയാനിടയായി, നിങ്ങൾ തിരിഞ്ഞ്, അല്ല നിങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം പ്രസംഗിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന വിഷയം ഇല്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നമ്മളെല്ലാവരും ഒരു തിരിവ് നമുക്ക് ആവശ്യമാണ്. ആമേൻ. ഇതാ നമ്മളുടെ ഉൾത്തളത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുന്ന യൂട്രസ് എന്ന ഗർഭപാത്രത്തിലല്ല, ഹൃദയം എന്ന ഗർഭപാത്രത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ ഇത് നമ്മൾ അറിയരുത്. പകരം നമ്മൾ ആരായിരിക്കണം? ഞാൻ ഇന്ന ജീസസ് ഈസ് ദിസ് ഗ്രൂപ്പിലാണ്, ഞാൻ ജീസസ് ഈസ് ദാറ്റ് ഗ്രൂപ്പിലെയാണ്. ഗ്ലോറി. ഞാൻ ജീസസ് ഈസ് മറ്റേ ഗ്രൂപ്പിലെയാണ്.
അപ്പോൾ ഓരോരുത്തരും ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇനി അതിൻ്റെ ഉള്ളിൽ കൺവെൻഷൻ ക്രൂസൈഡ് ഉപവാസ പ്രാർത്ഥന. നിൻ്റെ ക്രൂസൈഡ് വരുമ്പോൾ ഞാനും വെക്കും ഇവിടെ ക്രൂസൈഡ്. ഗ്ലോറി. നിൻ്റെ കൺവെൻഷൻ വരുമ്പോൾ അതിന് പാരലായിട്ട് ഞാനും ഇവിടെ വെക്കും. ഗ്ലോറി. അപ്പോൾ ഇങ്ങനെ പരസ്പരം ദൈവത്തിൻ്റെ നേച്ചർ ഇല്ലാതെ ഗ്രൂപ്പുകളായിട്ട് മാറിയിരിക്കുക. ഇവർക്ക് അറിയത്തില്ല ഇവരുടെ ഉള്ളിൽ ഇങ്ങനൊരു സന്തതി വളരുന്നുണ്ടെന്ന്. ഗ്ലോറി. ആ സന്തതിയാണ് പിശാചിൻ്റെ നോട്ടം. ഗ്ലോറി. ഇനി ആ സന്തതി ജനിച്ചാൽ നേരെ പോകുന്നത് ഭൂമിയിലേക്കല്ല, അവൻ്റെ അപ്പൻ്റെ സിംഹാസനത്തിലേക്കാണ്. ഗ്ലോറി. ഹല്ലേലൂയ. അവൻ പോകുന്നത് ചുമ്മാ ഞഞ്ഞ പാടാൻ വേണ്ടിയല്ല, വാഴാനാ പോണേ. സർവ്വരാഷ്ട്രങ്ങളെ ഇരുമ്പുകോൽ കൊണ്ട് വാഴാനുള്ള ശിശുവാണത്. ഗ്ലോറി. കിങ്ഡം അലങ്കരിക്കേണ്ടവനാണ് അവൻ. പിടുത്തം കിട്ടിയോ? പക്ഷേ ഇത് ഈ ജനം എന്ത് ചെയ്യരുത്, അറിയരുത്. അതിനു വേണ്ടി ഇവരുടെ മുമ്പിൽ ഒരു മറയിട്ടിരിക്കുകയാണ്. ഒന്നാം മറ ഇതാണ് മത്തായി 13:44 പറയുന്നത്, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന. ആദ്യം ആ ഒളിച്ചതിനെ കാണാൻ പഠിക്കേ. ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാ. അപ്പൊ യേശുവിന്റെ സുവിശേഷം എന്താ? നിധിയാ. ഗോറേ. ഇപ്പോൾ ആ നിധി കർത്താവ് മൂന്നാമത് വെളിപ്പെടുത്തിയിരിക്കുക. ദൈവം അനുവദിക്കുന്ന അടുത്ത സെക്ഷനിൽ സംസാരിക്കാം. മൂന്നാമത് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടും വന്നില്ലെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, വെട്ടിക്കളയാ. ഞാൻ 3 വർഷമായി ഫലം അന്വേഷിച്ചു വരുന്നേ. 4ാമത് ഇനി വരില്ല. 4ാമത് ഫലം എടുപ്പാ, വിട്ടു, പരിപാടി തീർന്നു. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ സത്യം ഈ ദൈവജനം മനസ്സിലാക്കണം. ഇങ്ങനെ ഒന്ന് മറച്ചിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ജനത്തിന് എന്നാ മനസ്സിലാവുന്നില്ല? സത്യം അവർക്ക് അറിയത്തില്ല. പിശാച് മറച്ചിട്ടിരിക്കുകയാണ്. സത്യം അവർ അറിയുന്നില്ല. പകരം അവർ വ്യക്തിഗതമായ സ്വയത്തിലേക്ക് അവർ തിരികുകയാണ്. എൻ്റെ സഭ, നിന്റെ സഭ, ആ സഭ, ഈ സഭ. ആളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ എൻ്റെ സഭയിൽ, കർത്താവേ ഞങ്ങളുടെ സഭയിൽ. ഉടനെ തന്നെ ഞാൻ അകത്തെന്ന് പറയും, കർത്താവേ ഞങ്ങളുടെ അല്ല, അങ്ങയുടേതാണ്, അങ്ങ് കാൽവരിയെ കുറിച്ച് സംസാരിച്ചതാണ്, അറിവില്ലാതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കാരണം നമ്മുടെ നേച്ചർ ഇത് പറഞ്ഞു തരാൻ നമുക്ക് ആളില്ല. നമുക്കെല്ലാം നമ്മുടെ എന്തുണ്ട്? നമ്മുടെ ഈ വലിച്ചേരുന്ന ശ്വാസം നിങ്ങളുടെയാണോ? ഈ തലയില മൂടി നിങ്ങളുടെയാണോ? ശരീരത്തിൽ 1 ഗ്രാം മാംസം നിങ്ങളുടെയാണോ? പിന്നെ എന്നാ ഉണ്ട്? നിങ്ങളുടെ അപ്പം നിങ്ങളുടെയാണോ? നിങ്ങളുടെ അമ്മ നിങ്ങളുടെയാണോ? എല്ലാം ദൈവം തന്നതല്ലേ? എല്ലാ കിങ്ഡം പ്രോപ്പർട്ടിയാ. നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് ആകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഇതാ ഞാൻ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ പിതാവുമായിട്ടാ. കാരണം ആ ബീജം, പിതാവിൻ്റെ ആ ബീജം കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടു. അതാണ് എൻ്റെ കണക്ഷൻ. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. ഈ ശരീരം പോലും നമ്മുടെ അല്ല, ദൈവം ഉപയോഗിക്കാൻ തന്നതാ. എല്ലാം ദൈവത്തിൻ്റെതാ. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു മെന്റാലിറ്റിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ കിങ്ഡത്തിൻ്റെ ഉള്ളിലായി, അല്ലെങ്കിൽ കിങ്ഡത്തിൻ്റെ പുറത്തായി. ഗ്ലോറി. കിങ്ഡത്തിൻ്റെ പുറത്താ. എനിക്ക് വളരണ്ടേ, എനിക്കൊരു മിനിസ്ട്രി ചെയ്യണ്ടേ. ദേവദാസന്മാരോട് പറഞ്ഞു, എനിക്കൊരു മിനിസ്ട്രി വേണ്ടെന്നേ. കാരണം എൻ്റെ കർത്താവിനൊരു മിനിസ്ട്രി ഉണ്ട്. അത് എൻ്റെ കർത്താവ് എന്നിലൂടെ ചെയ്തോളും. എനിക്കൊരു മിനിസ്ട്രി വേണ്ട, എനിക്ക് പേരെടുക്കണ്ടേ, എനിക്ക് ഫേസ്ബുക്കിൽ എന്നെ കാണണ്ടെന്നേ. ഗ്ലോറി. എനിക്ക് ആ യൂട്യൂബിലും അതിലും ഇതിലും എന്നെ കാണണ്ടെന്നേ. എൻ്റെ കർത്താവ് എന്നിലൂടെ കാണപ്പെട്ടാൽ മതി. എനിക്കറിയണ്ടെന്നേ, എനിക്ക് അറിയപ്പെടണ്ടെന്നേ. ഇനി ഞാനല്ലെന്നേ, കാരണം ഞാൻ എൻ്റേതല്ലെന്നേ. ഞാൻ കഴിക്കുന്ന ചോറ് എൻ്റേതല്ലെന്നേ, ഞാൻ കഴിക്കുന്ന പാവയ്ക്ക അത് എൻ്റേതല്ലെന്നേ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണെന്നേ. ഞാൻ ശ്വസിക്കുന്ന ശ്വാസം എൻ്റേതല്ലെന്നേ, എൻ്റെ ദൈവം എനിക്ക് തന്നതാണെന്നേ. ഒന്നും എൻ്റേതായിട്ടില്ല. എനിക്ക് ആകപ്പാടെ ഉള്ളത് എൻ്റെ സ്വർഗീയ പിതാവ് മാത്രമാ. എനിക്ക് ആകപ്പാടെ ഉള്ളത് ആ പിതാവ് മാത്രമാ. ഗ്ലോറി. ആ ഒരു ചിന്തയിലേക്ക് പ്രിയ മക്കളെ നിങ്ങൾ വളർന്നു കയറും. എപ്പോ? ശിശു വളരുമ്പോൾ.
അകത്ത് ശിശു വളരുമ്പോൾ നിങ്ങൾ വളർന്നു കയറും, അല്ലെങ്കിൽ കയറൂല. എൻ്റേത് അവസാനം നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഒന്നുമില്ലാത്തവനായി മാറും. നിങ്ങൾ വെറും ദരിദ്രനാകും. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നുമില്ല. അപ്പം കർത്താവ് പറയും, ആത്മാവിൽ ദരിദ്രനായി നീ ഭാഗ്യവാൻ, സ്വർഗരാജ്യം നിനക്കുള്ളതാ. ഗ്ലോറി. ആരെ പോലെ? കർത്താവ് പറയുന്ന ധനവാൻ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന്. ഗ്ലോറി. ബൈബിളായി പറയണതേ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ബൈബിൾ അങ്ങനെയാണെങ്കിൽ തെറ്റാണല്ലോ. അബ്രഹാത്തെ കുറിച്ച് പറയും, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, അവന് ഇതാ ആടുകളും വെള്ളിയും സ്വർണവും ഒക്കെ ബഹുസമ്പന്നനായിരുന്നു. കർത്താവെ അങ്ങ് പറഞ്ഞത് തെറ്റല്ലേ? ധനവാൻ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്നല്ല അങ്ങ് പറഞ്ഞ്. പക്ഷെ ബൈബിൾ തന്നെ പറയുന്നത് ഈ അബ്രഹാം ബഹുസമ്പന്നനാ, എന്നിട്ട് ഈ പുള്ളിക്കാരൻ സ്വർഗത്തിലെ ചെയർമാനെ പോലെ ഇരിക്കണേ. ലാസർ പുള്ളിയുടെ മടിയിലായിരിക്കണേ. ഹല്ലേലൂയ. എന്നുണ്ടെങ്കിൽ അബ്രഹാത്തിന്റെ കൂട്ടുകാർ വേണമെങ്കിൽ പോയി പ്രസംഗിച്ച് കളയും. അവന്റെ ഒരു നിഗളം കണ്ടില്ലേ? വെള്ളി സ്വർണം. പക്ഷെ ദൈവം നോക്കുമ്പോ അവൻ വെറും ദരിദ്രനാ. അവനൊന്നുമില്ല. അതാണ് യാഥാർത്ഥ്യം. അബ്രഹാം നോക്കുമ്പോ അബ്രഹാമിനൊന്നുമില്ല. അബ്രഹത്തിന് ആകപ്പാടെ ഉള്ളത് അബ്രഹത്തിന്റെ സൃഷ്ടാവായ സ്വർഗീയ പിതാവ് മാത്രമേ ഉള്ളൂ. എങ്ങനെ അറിയാം? ഇതുകൊണ്ടാ അബ്രഹത്തോട് ദൈവം പറഞ്ഞപ്പോ, നിന്റെ വീട്, നിന്റെ ചാർച്ചക്കാരൻ, നിന്റെ നാട്, നിനക്കുള്ളതിനെ വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് യാത്രയാവുക. അബ്രഹാം എന്ത് ചെയ്തു? ദൈവം തന്നെയാണോ ഇത്? എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരു 7 ദിവസം ഉപവസിച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ, അവളോട് കൂടി ഒന്ന് ചോദിക്കട്ടെ. മോൻ ചിലപ്പോൾ സമ്മതിക്കത്തില്ല. അങ്ങനെയാ ഇങ്ങനെയാ. ലോത്ത് പുള്ളിക്ക് ചിലപ്പോൾ താല്പര്യമില്ലെങ്കിലോ? ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷേ ദൈവവചനം പറയുന്നു, അടുത്ത വചനം ദൈവം പറഞ്ഞതുപോലെ അവൻ യാത്രയായി. അതിൻ്റെ അർത്ഥം അവനുള്ളതൊന്നും അവനുള്ളതല്ല, അതെല്ലാം അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെതായിരുന്നു. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഈ ഒരു തലത്തിൽ ഇതാ നമ്മളുടേതെല്ലാം മാറണം. അല്ല, നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമോ? ബ്രദർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരമത്തക്കൂലുക്കൂ. എന്നിട്ട് കർത്താവ് നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ആളിലൊക്കെ വിചാരിക്കണേ, എൻ്റെ ദൈവമേ, ഇതുപോലൊരു ഭക്തൻ. കർത്താവ് പറഞ്ഞു, വാ പറഞ്ഞുതരാം. കർത്താവ് പറഞ്ഞു വന്നപ്പോൾ അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ശ്രദ്ധിച്ച്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ കേട്ടതിൽ വിഷമിച്ച് അവൻ യേശുവിനെ വിട്ടുപോയി. ഗ്ലോറി. അപ്പോൾ യേശുവിൻ്റെ കൂടെ നിൽക്കാൻ പലർക്കും തയ്യാറാണ്. കാരണം എനിക്ക് കുറേ എന്തെങ്കിലും കിട്ടിയാൽ. പക്ഷെ എൻ്റേത് എന്ന് ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റേതാണെന്ന് പറയുന്ന സമയം യേശുവിൻ്റെ നിന്ന് വിട്ടുപോകും. ശ്രദ്ധിച്ചേ, എൻ്റേത് ദൈവത്തിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കേണ്ട ഒരു സമയമുണ്ട്. ഇതൊന്ന് കർത്താവേ എൻ്റേത് അല്ല, ഇതെല്ലാം അങ്ങയുടേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ നിത്യജീവൻ ആഗ്രഹിക്കുന്നവരൊക്കെ പലരും വിട്ടുപോണേ. പിടുത്തം കിട്ടിയാ? അങ്ങനെ ഒരു സമയം നമ്മുടെ തൊട്ട് മുമ്പിൽ വരുന്നു. നമ്മുടേതെല്ലാം വിട്ടുകൊടുക്കേണ്ട ഒരു സമയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഹലോ, ഗ്ലോറി. അങ്ങനെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മൃഗത്തിൻ്റെ മുറിവ്
മാരകമായ മുറിവ് പൊറുക്കുന്ന സമയം. ഗ്ലോറി. മുറിവ് പൊറുക്കുന്ന സമയം. മുറിവ് പൊറുക്കുന്ന കാലം, ഇത് മുറിവ് പൊറുക്കുന്ന കാലം, മുറിവ് പൊറുക്കുന്ന കാലം, മൃഗത്തിൻ മുറിവ് പൊറുക്കുന്ന കാലം, മുറിവ് പൊറുക്കുന്ന കാലം, ഇത് മുറിവ് പൊറുക്കുന്ന കാലം, മുറിവ് പൊറുക്കുന്ന കാലം, മൃഗത്തിൻ മുറിവ് പൊറുക്കുന്ന കാലം. അതുമാത്രമോ കൊയ്ത്തു നടക്കുന്ന കാലം, ഇത് കൊയ്ത്തു നടക്കുന്ന കാലം, കൊയ്ത്തു നടക്കുന്ന കാലം, കർത്തൻ കൊയ്ത്തു നടക്കുന്ന കാലം. ഗ്ലോറി. 2 കാലം കൂടി ഇരച്ച് കയറുകയാ. പക്ഷേ ഇന്ന് ദൈവജനം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം അവർക്ക് മുമ്പാകെ ഇതാ ഒരു മറയിട്ടിരിക്കുക. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി അവർ കാണുന്നില്ല. മനസ്സിലായോ? നിധി അവര് കാണുന്നില്ല. ഫാദർ, ഐ ലവ് യു. നിധി അവര് കാണാതെ ഇതാ അവിടെ മറയപ്പെട്ടിരിക്കുകയാ. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇതാ ഈ നിധി മറച്ചു വെച്ചിരിക്കുന്ന മറ മത്തായി 24:14 എടുത്തു നീക്കും. എന്താ മത്തായി 24:14 എന്നറിയാമോ? ഈ മറച്ചു വെച്ചിരിക്കുന്ന നിധിയെ ലോകത്തെല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. അതാണ് ഈ കാണുന്ന സംഭവം. രാജ്യത്തിന്റെ ഈ സുവിശേഷം, ഈ കാണുന്ന സംഭവം വെളിപ്പാട് 14 പറയുന്ന, ഇതാ ആകാശത്തിൽ പറന്ന് നടക്കുന്ന ഒരു ദൂതൻ, അവന്റെ കയ്യിൽ സകല ഭൂവാസികൾക്കും കൊടുക്കുവാൻ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എൻ്റെ ജനം ഇതനുസരിക്കത്തില്ല, എൻ്റെ ദാസന്മാർ ഇതനുസരിക്കത്തില്ല. പക്ഷേ കർത്താവ് ടെക്നോളജിയെ വർദ്ധിപ്പിച്ചു. ഗ്ലോറി. ആ മത്തായി 24:14 ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുകയാണ്. അതോടെ അവസാനം അത് അറിയിക്കുമ്പോൾ ശ്രദ്ധിച്ചേ, ഈ മറ എടുത്തു മാറ്റപ്പെടും. പിശാച് ഇതുവരെ ഇതിനെ മറച്ചെങ്കിൽ ആ മറ നിങ്ങൾക്ക് എങ്ങനെ അറിയാം മറച്ചെന്ന്? ഈ സുവിശേഷം ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ, ഇന്ന് ആളുകൾ പ്രസംഗിക്കുന്നില്ല. ആളുകൾ യേശുവിനെ പറയും. മനസ്സിലായോ? യേശുവിനെ പറയും. യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ച പ്രസംഗം പറയില്ല. ഈവൻ ബൈബിൾ കോളേജിലെ സിലബസുകൾ ഈ സംഭവമില്ല. കഴിഞ്ഞ ആളുകളിലില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കിയോന്ന് എനിക്കറിയത്തില്ല. ഗ്ലോറി. സംഭവമില്ല. അവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, പോൾ എപ്പിസിൽസ്, ശാപാചരിത്രം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കും. യേശു ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച, മരിച്ചു എഴുന്നേറ്റ് 40 ദിവസം പ്രസംഗിച്ച ഈ സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഈ പിശാച് ഇട്ടിരിക്കുന്ന മറയാണ് അതിൻ്റെ കാരണം. ഗ്ലോറി. എന്നാൽ ഈ മറ എങ്ങനെ മാറും? സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അങ്ങനെ ഈ സത്യം, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഈ ചിന്ത ഇപ്പോൾ നിങ്ങളെ ദൈവം അറിയിക്കുകയാ. ഇതോടുകൂടെ നിങ്ങൾ സ്വതന്ത്രരാകും. ഈ മറ മാറിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദൈവ ഇഷ്ടം നിങ്ങളുടെ ഹൃദയമാകുന്ന ഗർഭപാത്രത്തിൽ ഉണ്ടെന്ന്, അത് വളർന്ന് വെളിപ്പെടണമെന്നും, അങ്ങനെ സർവ സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുന്ന ഗ്ലോറി ആ ദൈവപുത്രൻ ഈ മനുഷ്യപുത്രന്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടണമെന്ന്, അതായത് ആത്മരൂപി ഈ ജഡരൂപിനുള്ളിൽ നിന്ന് വെളിപ്പെടണമെന്ന്, അങ്ങനെ ജഡരൂപി ഈ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയോ ആത്മരൂപി സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഗ്ലോറി. ആ സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെടുന്ന വ്യക്തിയാണ് തുടർന്ന് ഭൂമിയെ വാഴുന്നത്. അവൻ എന്നേക്കും ഭൂമിയെ വാഴും. ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭൂമിയെ വാഴും. ഗ്ലോറി. അപ്പോൾ ഈ ഒരു സന്ദേശം ഈ ജനത്തിന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്നറിയാം? ഒരു പ്രസവ വേദന പോലെയാണ്. ഒരു പ്രസവ വേദന പോലെ. ഹല്ലേലൂയ. അതെ, യൂട്രസിൽ നിന്നൊരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ വേദനയില്ലേ? ദൈവവചനം പറയുന്നു
വേദനയുണ്ടെന്ന്. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഒന്നിനെ പ്രസവിക്കുമ്പോൾ വേദന ഉണ്ടാവില്ലേ? വേദന ഉണ്ടാവും. ഇതുകൊണ്ടാണ് എല്ലായിടത്തും ഈറ്റു നോവ് എന്നൊക്കെ പറയുന്നത്. അത് ഈറ്റു നോവിൻ്റെ ആരംഭമാണ്. ഗ്ലോറി. അപ്പോൾ ആരംഭത്തിൽ ഇത്ര വേദന ഉണ്ടെങ്കിൽ അവസാനം എന്നായിരിക്കും വേദന? ഗ്ലോറി. ഇതാണ് കർത്താവ് യേശു പറയുന്നത്, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി ഒരിക്കൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ആ നാളിൽ ഉണ്ടാകും. എന്നാൽ പ്രസവിക്കാൻ പോകുന്ന ശിശു നിമിത്തം, വൃദ്ധന്മാർ നിമിത്തം, വിശുദ്ധന്മാർ നിമിത്തം ആ നാളിനെ ഒരു ഗർഭിണിയുടെ പ്രസവവേദന എന്നതുപോലെ ചുരുക്കിയിരിക്കുന്നു. അല്ല എങ്കിൽ ഒരു ജഡവും രക്ഷപ്പെടുക ഇല്ല. ഗ്ലോറി. ബൈബിളായി പറഞ്ഞു കേട്ടോ. അതിൽ ചില വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ജഡവുമായിട്ട് ബന്ധപ്പെട്ട, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ തുടർന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രസവവേദനയുമായിട്ടാണ് കർത്താവിൻ്റെ വചനം കൊടുത്തിരിക്കുന്നത്. ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ എന്നറിയാമോ? അവൾ ഗർഭിണിയായിരുന്നു, നല്ല സുഖം ഉണ്ടായിട്ട് സന്തോഷിച്ചു. അങ്ങനെയല്ല പറഞ്ഞേ? അവൾ ഗർഭിണിയായിരുന്നു, അവൾ വേദനപ്പെട്ട് നിലവിളിച്ച്, കാരണം പ്രസവിക്കാൻ പോവാ. പിടുത്തം കിട്ടിയോ? വേദനപ്പെട്ട് നിലവിളിച്ചു. യോഹന്നാൻ സുവിശേഷം പറയാണ്, ഇതാ പ്രസവം സംഭവിക്കാറാകുമ്പോൾ, അതായത് ഏതൊരു സ്ത്രീക്കും വേദനയുണ്ട്. പക്ഷേ കുഞ്ഞിനെ ലോകത്തിലേക്ക് പ്രസവിച്ച ശേഷം അവൾ ആ വേദന മറന്നു പോകുന്നു. കാരണം ഒരു കുഞ്ഞിനെ അവൾ കണ്ടു. ഗ്ലോറി. ഇതേപോലെയാണ് ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്തൊരു രാത്രിയിലേക്ക് ഇതാ സഭ സ്കിപ്പ് ചെയ്ത് കയറാൻ പോവുകയാണ്. ഗ്ലോറി. അതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഇതാ അതൊരു പ്രസവവേദനയുടെ അനുഭവമാണ്. ആ പ്രസവവേദനയുടെ അനുഭവത്തിലൂടെ കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ ഒരു ഗർഭിണിയായ സ്ത്രീയെ പ്രസവ റൂമിലേക്ക് കയറ്റി കഴിയുമ്പോൾ ഭർത്താവും കൂടെ കയറുവാൻ ചിലയിടത്ത് അനുവദിക്കും. കയറിക്കഴിഞ്ഞാൽ ഭർത്താവ് എന്താ ചെയ്യണേ? ഭർത്താവോട് പറയുന്നത്, മോളെ ധൈര്യമായിട്ടിരിക്കുക, ബലത്തോടെ ഇരിക്കുക, ഇതാ നമ്മളൊരു കുഞ്ഞിക്കാല് കാണാൻ പോവുക, ദൈവം നമുക്കൊരു ഓമനയെ തരുവാൻ പോവുക എന്ന് പറഞ്ഞ് പരസ്പരം ആശ്വസിപ്പിക്കും. ഇല്ലേ? അപ്പോൾ ഇതേ രീതിയിൽ ഇതൊരു ആശ്വാസത്തിൻ്റെ തലം ഈ സമയത്ത് നമ്മൾ മുൻപിലുള്ളതിനെ കണ്ടിട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഇതാ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഒഴിഞ്ഞില്ല, ക്രൂശിനെ സഹിച്ചു. കാരണം തൻ്റെ മുമ്പിൽ എന്നാ ഉണ്ട്? ഒരു സന്തോഷം ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ ഈ മറ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറും. മാറിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാമോ? ഉടനെ ദൈവം പിശാചിൻ്റെ മുൻപിൽ ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു മറയുണ്ട്. ഈ പിശാചിൻ്റെ മുമ്പിൽ ദൈവം ഇട്ടുകൊടുത്തിരിക്കുന്ന ഒരു മറയുണ്ട്. ആ മറയെ ദൈവവും എടുത്ത് മാറ്റും. ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്. ദൈവപ്രവൃത്തിയും അതോടൊപ്പം തന്നെ പിശാചിൻ്റെ പ്രവൃത്തിയും ഫേസ് ടു ഫേസ്. ഈ ഒരു സംഭവത്തിലേക്ക് നമ്മളിനി കയറാൻ പോവുകയാണ്. ഫേസ് ടു ഫേസ്. ഗ്ലോറി. അതൊരു പ്രസവവേദനയാ. ആ പ്രസവവേദനയിലൂടെ നാം കയറുമ്പോൾ മനസ്സിലാക്കിക്കോ, തെസ്സലോനിക്ക ലേഖനം 4-16 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചോർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതായത് യേശു വരികയാണ്. എന്നിട്ട് തൊട്ട് താഴെ പറയുന്ന കാര്യം വചനം എന്നറിയാമോ? ഇത് പറഞ്ഞ് നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുവിൻ. ആൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് പറഞ്ഞ് ആശ്വസിച്ചുകൊള്ളുവിൻ. അതായത് യേശു വരുന്നു, ഇല്ലേ? യേശു വരുന്നതിന് നിങ്ങൾ എന്തിനാണ് ആശ്വസിക്കണം, സന്തോഷിക്കണോ?
നിങ്ങളുടെ ഭർത്താവ്, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ അയൽക്കത്തെ വീട്ടിലെ മേരി വന്നു. അയൽക്കത്തെ വീട്ടിലെ മേരി വന്നിട്ട് നിങ്ങളോട് പറയുക, മോളി നീ വിഷമിക്കല്ലേടി, നീ പോട്ടെ മോളെ, പോട്ട് പോട്ട് പോട്ട്, നീ ആശ്വസിക്കടി മോളി, നീ ആശ്വസിക്കടി മോളി. അത് നിൻ്റെ ഭർത്താവ് വരിക. അപ്പോൾ നിനക്കെന്താ വട്ടുണ്ടോടി? എൻ്റെ ഭർത്താവ് വരുന്നതിന് ഞാൻ എന്തിനാ ആശ്വസിക്കണേ? എനിക്ക് സന്തോഷമാണ്. എൻ്റെ ഭർത്താവ് വരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിന് നീ എന്നെ ആശ്വസിക്കാൻ പോണേ എന്താ? ഏതൊരു കൊലപാതകം വരുന്ന പോലെ. ഇവിടെ പറയാണ്, ഇത് പറഞ്ഞ് നീ എന്ത് ചെയ്തോളണം? ആശ്വസിപ്പിച്ചോളണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം പ്രസവം നടക്കുന്നതിന് മുമ്പ് നീ ഒരു വേദനയിലൂടെ കടന്നു പോകണം. അപ്പോൾ നീ പറയണം, ഇതാ നമുക്കൊരു ഓമന കുഞ്ഞിനെ ഇതാ കർത്താവ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭാര്യയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഇതാ പരസ്പരം നമ്മൾ എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കണം. എന്ത് പറഞ്ഞുകൊണ്ട്? ഈ വിഷമത്തിലൂടെ കിടക്കുമ്പോൾ ഇതാ ഇതിലൂടെ അപ്പുറം എത്തിയാൽ എൻ്റെ കുഞ്ഞേ, ഇതാ കർത്താവ് നമ്മളെ ചേർക്കാൻ വരികയാ. അതുകൊണ്ട് ഈ ഒരു പ്രസവവേദനയിലൂടെ നമുക്ക് അക്കരെ യാത്ര ചെയ്യാം. അങ്ങനെ ആ പ്രസവം നടന്നാൽ ഇവൾ ഈ വേദന മുഴുവൻ മറക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, ദൈവജനം എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്നുള്ള അടുത്ത ശുശ്രൂഷകളിലൂടെ ദൈവം നമുക്ക് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയാകും. നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൂരദേശത്ത് നിന്ന് കടന്നു വന്ന മറ്റു പലയിടത്തു നിന്ന് ശ്രദ്ധിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇതിന് ട്യൂൺ ചെയ്യുവാനായിട്ട് ഒരുങ്ങുക. തുടർന്ന് ചില ടെസ്റ്റ് മണി ഭക്ഷണം കഴിഞ്ഞ ചില ടെസ്റ്റ് മണികളുണ്ട്. ടെസ്റ്റ് മണിക്ക് ശേഷം വീണ്ടും 4 മണിക്ക് ഈ ക്ലാസ്സിൻ്റെ തുടർച്ച മുന്നോട്ടേക്ക് പോകുന്നതാണ്. 4 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. തുടർന്ന് കേൾക്കുന്ന ടെസ്റ്റ് മണികളെല്ലാം ഈ ശുശ്രൂഷയിലൂടെ ദൈവം ജനത്തിന് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള ടെസ്റ്റ് മണികളാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ശ്രദ്ധയോടുകൂടെ ആയിരുന്നു ഈ നാളിൽ ദൈവം ഒന്നും തൻ്റെ ദാസന്മാർക്ക് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യുകയില്ല. അറിയിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഗ്ലോറി. ദൈവം അത് അറിയിക്കുന്നു. തുടർന്ന് ഒരുങ്ങണമോ ഒരുങ്ങണ്ടയോ ഉള്ളൊക്കെ നമ്മുടെ തീരുമാനം. ദേശത്തിന് നേരെ വാൾ വരുമ്പോൾ പ്രവാചകനെ അറിയിക്കുന്നു. പ്രവാചകൻ അത് വിളിച്ചു പറയുന്നു. ഗ്ലോറി. വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ പ്രവാചകൻ്റെ മേൽ ആ കുറ്റം കടന്നു വരും. വിളിച്ചു പറഞ്ഞിട്ട് ജനം ഒരുങ്ങിയില്ല എങ്കിൽ ജനത്തിൻ്റെ മേലാണ് ആ കുറ്റം കിടക്കുന്നത്. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ കണ്ടത് വിളിച്ചു പറയുക. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 23-ാം തീയതി ഡിസംബർ 23 ഇന്തോനേഷ്യയിൽ സുനാമി ആഞ്ഞടിച്ചു. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിഞ്ഞുകൂടാ ഒരു ചിത്രം. ഒരു വ്യക്തി ആ സുനാമി വരുന്നത് തൻ്റെ ഫ്ലാറ്റിൻ്റെ 4-ാമത്തെയോ 5-ാമത്തെ നിലയിൽ നിന്ന് കാണുകയാണ്. ആ വ്യക്തി അത് കണ്ടിട്ട് യൂട്യൂബിൽ കിടക്കുന്നുണ്ടോ സംഭവം? ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സെക്ഷനിൽ കാണിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കണ്ടിട്ട് അദ്ദേഹം കാണുകയോ, അദ്ദേഹം വിളിച്ചു പറയുക, സുനാമി വരുന്നേ, സുനാമി വരുന്നേ, സുനാമി വരുന്നേ. താഴെയുള്ളവർക്കൊരു മൈൻഡും ഇല്ല. താഴെയുള്ളവരെ കൊച്ചിനെ സ്കൂളിൽ വിടാൻ വന്നിരിക്കുന്നു. ചിലർ ബസ് വരുന്ന കയറണു. പലരും ആരും മൈൻഡ് പോലും ചെയ്യണില്ല. ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാ, അദ്ദേഹം കാണുക സുനാമി കയറി വരിക. ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാ, സുനാമി വരുന്നേ, സുനാമി വരുന്നേ, സുനാമി വരുന്നേ. ഇത് നിങ്ങൾ കേൾക്കണില്ല. ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുക. അവസാനം ഏകദേശം 2 മിനിറ്റിനുള്ളിൽ സാധനം വന്ന് കയറി അടിച്ചെടുത്തോണ്ട് പോയി. കുഞ്ഞുങ്ങളെ, ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. ധർമ്മനാഥന യേശുവിൻ്റെ പ്രവചനമാണ്. തൊട്ട് മുമ്പിൽ അത് വന്ന് നിൽക്കുകയാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും ഇനി ഒരിക്കൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ആ നാളിലുണ്ടാകും. എൻ്റെ പ്രവചനമല്ല, യേശുവിൻ്റെ പ്രവചനമാണ്. പക്ഷെ വിശുദ്ധന്മാർ, വൃതന്മാർ, തെരഞ്ഞെടുക്കപ്പെടുന്നവർ നിമിത്തം ആ ദിവസങ്ങളെ ചുരുക്കിയിരിക്കുന്നു. എൻ്റെ പ്രവചനമല്ല, യേശുവിൻ്റെ പ്രവചനം. മത്തായി 24 ഈ പറഞ്ഞേ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരുങ്ങിയിരിക്കുക. നമുക്ക് പരാജയപ്പെടാനല്ല, ദൈവത്തിന് ജനിച്ചവന്മാർ എല്ലാം ലോകത്തെ ജയിക്കും. പരാജയം നമ്മുടെ നിഘണ്ടുവിലില്ല, ജയം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സ്ത്രീക്ക് പരാജയമുണ്ട്. സ്ത്രീയുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിന് പരാജയമില്ല. അതുകൊണ്ട് ആ കുഞ്ഞിലേക്ക്, ആ പുതിയ സൃഷ്ടിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പഴയത് കഴിഞ്ഞുപോയി, സകലതും ഞാൻ പുതിയതാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് കഴിഞ്ഞു പോയത് നമുക്കും കഴിഞ്ഞു പോട്ടെ. ദൈവത്തിന് കഴിഞ്ഞു പോയതിന് നമുക്ക് കഴിഞ്ഞു പോകാതെ ഇരിക്കുകയല്ല വേണ്ടത്. പിമ്പിലുള്ളതിനെ മറന്ന്
മുൻപിലെ ലക്ഷ്യമാക്കി ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി നമുക്ക് ലാക്കിലേക്ക് ഓടാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.